إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമ്മുടെ ഉമ്മയേക്കാൾ നമ്മുടെ ബാപ്പയേക്കാൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഏറെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ എല്ലാം അറിയുന്ന, നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബിനെ നമ്മൾ തിരിച്ചറിയുകയും ആ റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. നമ്മൾ ഈ ജീവിതത്തിൽ എന്തെല്ലാം ഭാഗ്യമായി സൗഭാഗ്യമായി കാണുന്നുണ്ടോ, അത് പണമാകട്ടെ, സന്താനങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, സൗകര്യങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അതൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ നേടിയാലും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് നഷ്ടമാണ് എങ്കിൽ, കാലാകാലം നമ്മൾ പ്രയാസങ്ങളിലും ദുരിതത്തിലുമാണ് എങ്കിൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്ത് ആ വിമാനത്തിൻ്റെ വിൻഡോയിലൂടെ നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കി, വിമാനം നമ്മളെ നാട്ടിലെ എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങാനാകുന്ന ഒരു സന്തോഷത്തിൻ്റെ സമയമുണ്ട് അല്ലേ? ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു പോയി വന്ന ആളുകൾക്കറിയാം. ഇങ്ങനെ ചെറിയ കുത്തുകൾ ഇങ്ങനെ വലുതായി വലുതായി വന്ന് അത് റോഡും വീടും ബിൽഡിങ്ങുകളുമായി നമുക്കിങ്ങനെ കാണുന്ന ഒരു വലുപ്പത്തിലേക്ക് ഇങ്ങനെ ആകുമ്പം നമുക്കത് കൂടുതൽ ഇങ്ങനെ വ്യക്തമാകും. അതേപോലെയാണ് സത്യത്തിൽ ദുനിയാവ് എന്ന അറബി പദം ധന യദുനു എന്നതിൽ നിന്നാണ് ദുനിയാവ് ഉണ്ടായത്. അടുത്തുള്ള ലോകം. അങ്ങനെ വിമാനം ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങുമ്പം അങ്ങനെ അടുത്തേക്ക് വരിക ചെയ്യുക.
അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വലുതായി വലുതായി കാണും. നമ്മുടെ വീട് അല്ലേ, റോഡ്, അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രസക്തമാകാണ്. അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകണം. ചിലത് നൽകേണ്ടത് തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ മറന്നുകളയുന്ന ഒന്നുണ്ട്, ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആരാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അവരാണ് ജീവിതത്തിൽ വിജയിക്കുക. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്? നമ്മുടെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ എത്രയോ കോടാനകോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല നിറത്തിലുള്ളവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സുഖമനുഭവിക്കുന്നവർ, അല്ലേ, സാമ്പത്തികമായി നല്ല ആശ്വാസമുള്ളവർ, പ്രയാസമുള്ളവർ, ശാരീരിക രോഗമുള്ളവർ, പലതരത്തിലുള്ള ആളുകൾ. അവരൊന്നും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഒരു നാട്ടിലൊരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക മാതാപിതാക്കൾക്ക് ജനിച്ചു വീണത്. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും അതിൽ 99% നമ്മുടെ നിയന്ത്രണത്തിലല്ല, അല്ലേ. നമ്മുടെ ഹൃദയം ഇപ്പം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ ശ്വാസം അയക്കുന്നുണ്ട്, നമ്മുടെ കണ്ണിൻ്റെ ഇമ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മൾ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ആമാശയം, നമ്മൾ നേരത്തെ കഴിച്ച ഭക്ഷണം, നമ്മളിപ്പോൾ നേരത്തെ കുടിച്ച ചായ, അതിൻ്റെയൊക്കെ ദഹന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കണം. ഒന്നും നമ്മളെ നിയന്ത്രണത്തിലല്ല. കുടിക്കൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, പിന്നെ നമ്മളെ കൺട്രോളിലല്ല. അപ്പോൾ ഈ ജീവിതത്തിന് എന്തോ ഒരു അർത്ഥമുണ്ട്. ഇതൊന്നും വെറുതെയല്ല. ആരൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, നമ്മളിപ്പം ജന്മനാ മുസ്ലിം അല്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന് ചോദിച്ചാൽ, എൻ്റെ വാപ്പ മുസ്ലിമായിരുന്നു, എന്നെ മദ്രസ കൊണ്ടാക്കി, അങ്ങനെ ഞാൻ പഠിച്ചു, അള്ളാഹുണ്ട്, നബിയുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ, ജന്മനാ അങ്ങനെ ഒന്നും കിട്ടാതെ, കണ്ടും കേട്ടും ചിന്തിച്ചും ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. അവരെന്തുകൊണ്ട് വന്നു എന്നവരോട് ചോദിച്ച ഏകദേശം എല്ലാവരും ഒരേ ഉത്തരമാണ് പറയാം. ഈ ജീവിതത്തിന് എന്തോ ഒരു അർത്ഥമുണ്ട്, അല്ലേ. എന്നെ ആരാണ് സൃഷ്ടിച്ചത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം? അങ്ങനെ ചില ചോദ്യങ്ങളുണ്ട്, അല്ലേ. എന്താണ് ഈ ജീവിതത്തിൻ്റെ അറ്റം? മരണത്തോടു കൂടി ഇത് അവസാനിക്കുമോ? കാരണം അതെൻ്റെ ഇതിങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ 20 വർഷമായി ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. കുറേ രോഗികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കണം, ഒരു ദിവസം ഒരു പയ്യനെ കഴുത്തൊടിഞ്ഞ് കൈകാലുകൾ തളർന്നിട്ട്, ഒരു ചെറുപ്പക്കാരൻ, അവനങ്ങനെ കൊണ്ടുവരികയാണ് കാഷ്വാലിറ്റിയിലേക്ക്. അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടാണ്. അപ്പം അങ്ങനെ അവനെ എമർജൻസി ആയിട്ട് വലിയൊരു സർജറിക്ക് വിധേയമാക്കി. സർജറി കഴിഞ്ഞ് രാവിലെ ഒരു പ്രായമായ ഒരാൾ എൻ്റെ റൂമിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത രോഗിയുടെ ഭാര്യയുടെ പിതാവാണ്. അപ്പോൾ ആ പയ്യൻ്റെ കല്യാണം 2 മാസമായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്, 2-3 മാസം. ആ പെൺകുട്ടിൻ്റെ വാപ്പയാണ്. അപ്പം എനിക്കറിയേണ്ടത് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, അവൻ്റെ കൈകാലുകൾക്ക് ഇനി ചലനശേഷി കിട്ടുമല്ലേ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, MRI റിപ്പോർട്ടൊക്കെ അനുസരിച്ച് കിട്ടാൻ സാധ്യത കുറവാണ്, അല്ലേ. എല്ലാത്തിനൊരു ഇതുണ്ടല്ലോ, സൂര്യൻ കിഴക്കുതിക്കും പടിഞ്ഞാറ് അസ്തമിക്കും, അതൊക്കെ പ്രാപഞ്ചിക നിയമങ്ങളാണ്. കഴുത്തിൽ നമ്മൾ കത്തി മുറിച്ചാൽ, രക്തക്കോയിലൊക്കെ മുറിച്ചാൽ മരിച്ചു പോകും. അപ്പോൾ അതേപോലെ MRI റിപ്പോർട്ടിൽ നാഡി മുറിഞ്ഞതായിട്ടാണ് കാണുന്നത്, രക്ഷപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, 2 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ബന്ധം വേർപ്പെടുത്തിയാൽ എൻ്റെ മകൾക്കൊരു ജീവിതമില്ലല്ലോ, ഇവൻ്റെ കൂടെ ഒരു ജീവിതമല്ലല്ലോ. അപ്പോൾ ആ ബന്ധം വേർപ്പെടുത്തുന്നതിനെ പറ്റി ആലോചിക്കണം. അപ്പം നിങ്ങൾ വളരെ സത്യസന്ധമായി തന്നെ പറഞ്ഞു തരണം, ആ ചങ്ങായി ഇനി നടക്കുമോ? അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി. പക്ഷേ ഞാൻ ഈ പയ്യനോട് സംസാരിച്ചു, ഈ വിഷയമൊന്നും പറഞ്ഞിട്ടോ, അങ്ങനെ മോശം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞാൽ എന്താ അറിയോ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവൻ ഈ അടുക്കളൻ്റെ ഭാഗത്ത്
ഉമ്മാൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഉമ്മാക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. എൻ്റെ മകൻ പോകും, നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതാണ്, ഓള് തിരിപ്പിച്ചു ഓളാളാക്കി മാറ്റുമോ, ഇനിയിപ്പോൾ എന്നോട് മുണ്ടണതൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ളൊരു പേടി ഏത് ഉമ്മാക്കും ഉണ്ടാവും. അപ്പോൾ ആ പേടി ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഉമ്മാനോട് തമാശയൊക്കെ പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അപ്പോൾ നേരെ അടുക്കളുടെ വാതിൽ തുറന്ന് നേരാണ് ഛർദ്ദിക്കാൻ ചെന്ന്. അപ്പോൾ കല്യാണത്തിനും വേണ്ടി മുറ്റം ചെറിയൊരു മുറ്റുണ്ട് അവിടെ, അത് ടൈൽസ് ഇട്ടിക്കണം, ഇൻ്റർലോക്ക്. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഇവിടെ ഛർദ്ദിച്ചാൽ ഇഞ്ഞിൻ്റെ പെണ്ണുങ്ങളിത് ക്ലീൻ ആക്കേണ്ടി വരുമല്ലോ. ഇപ്പണ് വന്നിട്ടല്ലേ ഉള്ളൂ, ഓള് കെട്ടിക്കൊണ്ടു തുടങ്ങി വന്നേക്കാൻ ഇനി ഓൻ്റെ ഛർദ്ദിച്ച് ക്ലീൻ ആക്കണ്ടെന്ന് വിളിച്ചിട്ട് ഓന് കുറച്ചും കൂടി അപ്പുറത്തൊരു കല്ലെട്ടിക്കുഴിയുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ പറയും, കല്ലെട്ടിക്കുഴി, ഒരു കല്ല് വെട്ടിയ കുഴി ഈ മുറ്റത്തിൻ്റെ ഒക്കെ വക്കിനുണ്ടാവുമല്ലോ. അതിക്ക് സ്പീഡിലാണ് ചെന്നിട്ടും ഛർദ്ദിച്ചപ്പോൾ അതിക്ക് തലയും കുത്തിയാണ് വീണാണ്. അങ്ങനെയാണ് ഓൻ്റെ കഴുത്തൊടിഞ്ഞ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, എന്തിനാണ് കഴുത്തൊടിഞ്ഞ്, എങ്ങനെയാണ് ഓൻ ഈ കിടപ്പിലായത്? ഓൻ്റെ ഭാര്യ അത് ക്ലീനാക്കേണ്ടി വരൂലേന്ന് പേടിച്ചിട്ട് ആ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഓന് കല്ലെട്ടി കുച്ചിക്കും വേണ്ടി. എന്നിട്ട് എന്താ സംഭവിച്ചത്, അവൻ്റെ കഴുത്തൊടിഞ്ഞു, കയ്യും കാലും ചലനശേഷി നഷ്ടപ്പെട്ടു, അങ്ങനെ കിടക്കണം. മോൻ്റെ അമ്മോശം വന്ന് ചോദിക്കണം, എന്താ പറയുക, ഈ ബന്ധം വേർപ്പെടുത്താൻ പറ്റുമോ? ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഞാനിതൊരിക്കൽ പ്രസംഗിച്ചു, ഞാൻ ആ സംഭവം കഴിഞ്ഞിട്ട് മനസ്സിൽ നിന്ന് പോയിട്ടില്ല, കുറേ കൊല്ലങ്ങളായിട്ടോ, 9 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എവിടെയോ ഒരു പ്രസംഗത്തിലത് പ്രസംഗിച്ച്. ആരോ അത് ഇതേമാതിരി റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിലിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റ് ഉണ്ട്, ഈ രോഗിൻ്റെ, ഞാനാണ് ആ രോഗി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ പറഞ്ഞ രോഗി ഞാനാണ് ഡോക്ടറെ, ഞാനിന്നും ജീവിച്ചിരിപ്പുണ്ട്, കൈകാലുകൾക്ക് ചലനശേഷി ഇല്ലാണ്ട്. എൻ്റെ അമ്മോശൻ വന്ന് പറഞ്ഞ് ഞാൻ അന്നറിഞ്ഞിരുന്നെങ്കിൽ, അവൻ പറഞ്ഞതറിയാം, ഞാൻ അന്നതറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ അവർക്ക് വേർപ്പെടുത്തി കൊടുക്കുമായിരുന്നു. 2 മാസം എന്നെ പരിചരിച്ചതിന് ശേഷം അവൾ എന്നെ വിട്ടുപോയി. അപ്പം അങ്ങനെ അമ്മോശം വന്ന് സംസാരിച്ചത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്നെന്നെ ഞാൻ ആ ബന്ധം വേർപ്പെടുത്തി കൊടുത്തിനു. പക്ഷെ 2 മാസം എന്നെ നോക്കിയിട്ടാണ് അവൾ പോയത്, അങ്ങനെ കഷ്ടപ്പെടേണ്ടില്ലേന്നു എന്നിൻ്റെ ആ പ്രസംഗം കണ്ട അതിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ അവൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്, ആ രോഗി. ഇന്നും അയാൾ ജീവിച്ചിരിപ്പിടക്കെന്നെ കാണാൻ വരലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇതൊരു ജീവിതത്തിൻ്റെ വലിയ യാഥാർത്ഥ്യമാണ്. എന്താണ് ആ സഹോദരൻ എന്തിനു വേണ്ടിയാണ് ആ കല്ലുവെട്ടിക്കുഴിയിലേക്ക് ഓടി തലകുത്തി വീണത്? ആ ഭാര്യ, അവൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താനാണ്. പക്ഷേ ആ ഭാര്യ അവനെ വിട്ടുപോയി. അപ്പം ഇതാണ് നമ്മൾ ജീവിതത്തിൽ കുറേ പാഠങ്ങളുണ്ട് നമുക്ക്. ഇത് നമ്മളെ അനുഭവമല്ല, നമുക്കും കുറേ അനുഭവങ്ങളുണ്ടാവും. വേറൊരു അനുഭവം, ഒരു രോഗി ഒരു ദിവസം ഒരു കിണറ്റിൽ വീണിട്ട് ഒരു കോഴി കച്ചവടക്കാരനെ കൊണ്ടുവന്നു. ഞാൻ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മായാതെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ചില ചിത്രങ്ങളാണ്. അപ്പോൾ 20 വർഷമായി ഒരേ സ്ഥലത്ത് കോഴിക്കച്ചവടം നടത്തുന്ന ഒരാളാണ്. അയാളെ കോഴിക്കച്ചവടത്തിൻ്റെ ബാക്കിലൊരു പൊട്ടക്കിണറുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കോഴിക്കച്ചവടം നടത്തുമ്പോൾ ഉണ്ടാവും എല്ലാം ലഗോണയിക്കാറ്, അതിൻ്റെ മേലത്തെ കൂട്ടിൽ 2 നാടൻ കോഴിക്കളുണ്ടാവും. ചില ആൾക്കാർക്ക് നാടൻ തന്നെ വേണ്ടി വരും. അപ്പോൾ ഓൽക്കും വേണ്ടി 2 നാടൻ കോഴിക്കളുണ്ടാവും ഈ കോഴിക്കച്ചവടക്കാരുടെ അടുത്തൊക്കെ. ഇയാൾ ഈ നാടൻ കോഴിനെ പിടിച്ചാൽ മതി, ഇത് പാറയിലുള്ളത്. ഇയാളതിൻ്റെ പിന്നാലെ കൂടി അയാൾ കിണറ്റിൽ വീണു. ഇതേപോലെ കഴുത്തൊടിഞ്ഞ് കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട് ശ്വാസയക്കാനൊക്കെ വളരെ തടിയുള്ള ഒരാളാണ്, വളരെ പ്രയാസപ്പെട്ട്. അപ്പോൾ വളരെ BP ഒക്കെ കുറവാണ്, ശ്വാസം കിട്ടണില്ല, ഓക്സിജൻ്റെ അളവ് കുറവാണ്, വളരെ ഭീകരമായൊരവസ്ഥയാണ്. അപ്പോൾ ഡോക്ടർമാരിങ്ങനെ കഷ്ടപ്പെട്ട് ഇയാളെ പ്രയാസപ്പെട്ട്, നെഞ്ചിലൊക്കെ ഫുള്ള് ബ്ലഡാണ്, വാരിയലൊക്കെ പൊട്ടിക്കണ്, 2 ഭാഗത്തും ട്യൂബിട്ട് തുളച്ച് ഇങ്ങനെ ആകെ പുകയാണ്. ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ ഒരു ബേജാറ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചെന്താ അറിയോ, അല്ല ഡോക്ടറെ, ഇതൊക്കെ കൂടി കാണുമ്പോൾ പേടിയുണ്ട്, ഞാൻ മരിച്ചു എന്നൊക്കെ തോന്നണം. അയാളിനോട് പറയണം, ഞാൻ മരിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ട്, ഞാൻ ബാക്കിയാവില്ല എന്ന്. ഞാൻ വളരെ വൈകി കല്യാണം കഴിച്ചാണ്, എൻ്റെ കുട്ടിക്ക് ചെറിയ പ്രായമായിട്ടുള്ളൂ, മരിക്കണേനിക്ക് പേടിയൊന്നുമില്ല, എന്തായാലും ഒരു ദിവസം മരിക്കേണ്ടി വരും, ആ കുട്ടീനൊന്ന് കാണിച്ചു തരുച്ചു. അങ്ങനെ പറഞ്ഞ് ആ കുട്ടീനെ കൊണ്ടുവന്ന് അയാൾ കുട്ടീനെ കണ്ട് കുറച്ച് കഴിഞ്ഞൊക്കെ അയാൾ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, 20 കൊല്ലമായി ഒരേ സ്ഥലത്ത് കച്ചവടം നടത്തുന്ന ഒരാൾ, അയാളെ ബാക്കിലൊരു കിണറുണ്ട് എന്ന് അയാൾക്കറിയാം. രാവിലെയും വൈകുന്നേരവും അയാൾ അതിൻ്റെ മുന്നിൽ കൂടെ വരുന്നിയും പോണയാളാണ്.
അയാൾ ആ കിണറ്റിൽ വീണു. അപ്പോൾ ഈ ജീവിതം ആരുടെയോ നിയന്ത്രണത്തിലാണ്. അത്രയും നമുക്ക് ബോധമുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമ്മളതിലൊരിക്കലും വീഴില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ ഒരു MBBS കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പണ്ടത്തെ കാലത്തൊക്കെ നമ്മളിതിങ്ങനെ പഠിച്ച് MBBS SSLC കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി എൻട്രൻസ് കോച്ചിങ്, ഇപ്പോൾ ഇതൊരു വലിയ ബിസിനസ്സായി മാറിയല്ലോ. അങ്ങനെ ഊണും ഉറക്കമൊക്കെ ഇല്ലാതെ പഠിച്ച് പിന്നെ അത് കഴിഞ്ഞ് MBBS കിട്ടിയൊരു 4.5 കൊല്ലം പഠിച്ച് ഒരു കൊല്ലം ട്രെയിനിങ്ങും കഴിഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകുമ്പം ആക്സിഡൻ്റായി മരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആക്സിഡൻ്റായി മരിക്കുക. എന്താണ് ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന് എന്ത് വിലയുള്ളത്? അപ്പോൾ എന്തായിരുന്നു ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം? ആ ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ജീവിതം വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അതാണോ ജീവിതത്തിൻ്റെ വിജയമെന്നത്? അപ്പോൾ ഓരോ ജീവിതവും, ഇപ്പോൾ ഒരു ദിവസം കാഷ്വാലിറ്റിയിൽ 2 ഡെഡ് ബോഡിയാണ് കൊണ്ടുവന്നത്. 2 ഡെഡ് ബോഡി. ഒരു ഡെഡ് ബോഡി ആധാരോ ഒരു ആത്മഹത്യ ചെയ്ത പെൺകുട്ടി. കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി, കുട്ടികളില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. അമ്മായിമ്മൻ്റെ കുത്തുവാക്കുകൾ, എല്ലാവരും ഇങ്ങനെ ചോദിക്കുക എന്താ കുട്ടികളില്ലാത്തത്, എന്താ കുഴപ്പം? ആ അപമാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തേക്കാം. അത് രാവിലെ കൊണ്ടുവന്നത്. വൈകുന്നേരം അടുത്ത ഡെഡ് ബോഡി കൊണ്ടുവരികയാണ്. ഒരു മകൻ, മദ്യപിച്ച മകൻ അമ്മയെ തല്ലിക്കൊന്ന അമ്മൻ്റെ ഡെഡ് ബോഡി. രാവിലെ കുട്ടികളില്ലാത്തത് കൊണ്ടും ആത്മഹത്യ ചെയ്ത ഡെഡ് ബോഡിയും. ഇതൊക്കെ ഒരേ മോർച്ചറിൻ്റെ ഒരേ ഫ്രീസറിലാണ് നിൽക്കുന്നത്. വൈകുന്നേരം അങ്ങനെ നൊന്തുപെറ്റ മകൻ തല്ലിക്കൊന്ന അമ്മൻ്റെ ഡെഡ് ബോഡി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നൽകുന്ന ചില ചിന്തകളുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്? അപ്പോൾ ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. നമ്മളിങ്ങനെ വെറുതെ വന്നതല്ല. ഈ ആകാശവും ഭൂമിയുമെല്ലാം വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ മനുഷ്യനെന്ന സങ്കീർണമായ ജീവി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആലോചിക്ക്, 2 കോശങ്ങളിൽ നിന്ന് തുടങ്ങി, മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജത്തിൽ നിന്ന് ഒരു പുരുഷൻ ഒരു പ്രാവശ്യം സ്രവിക്കുന്ന ബീജം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു പുരുഷൻ ഒരു പ്രാവശ്യം സ്രവിക്കുന്ന ബീജം എന്ന് പറഞ്ഞാൽ 100 മുതൽ 300 മില്യൺ ബീജങ്ങളാണ്. ഈ കേരളത്തിലെ ജനസംഖ്യ ആകെ 35 മില്യൺ ഉള്ളൂ. കേരളത്തിലുള്ള ജനങ്ങളുടെ 10 ഇരട്ടി ബീജങ്ങൾ ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം സ്രവിക്കേണ്ടതാണ്. അതിലൊരു ബീജം മാത്രമാണ് അണ്ടവുമായി യോജിച്ചിട്ടാണ് നമ്മൾ ഉണ്ടായത്. എൻ്റെ പിതാവിൻ്റെ ഒരു ബീജവും മാതാവിൻ്റെ ഒരു അണ്ടവുമായി ചേർന്ന് ഞാനാകുന്ന ഒരു 2 കോശ ജീവിയായി മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യൻ അങ്ങനെ ഒരു ഘട്ടം, നമ്മളെല്ലാവരും അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു, നമുക്ക് ഓർമ്മല്ല. എന്നിട്ട് അള്ളാഹു നമ്മളെ വളരെ സുരക്ഷിതമായി ആ ഗർഭപാത്രത്തിൽ ഒന്നും അറിയാതെ, എന്തൊക്കെ പ്രയാസവും പട്ടിണിയും എത്ര ചില രോഗികളൊക്കെ വരുമ്പോൾ വളരെ എന്താ പറയുക, അങ്ങനെ മനെ കണ്ടാൽ ഒരു 45 കിലോ ആയിട്ട് മെലിഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു സ്ത്രീ. പക്ഷേ ആ അതിൻ്റെ കുട്ടി ജനിക്കുമ്പോൾ അതൊരു 3 കിലോ ഒക്കെ ഉണ്ടാവും. ആ ഒരു പ്രയാസങ്ങളൊന്നും മാതാവിൻ്റെ ശരീരം അനുഭവിക്കുന്ന ഒരു പ്രയാസവും അറിയാതെയാണ് ഗർഭപാത്രത്തിൽ ആ കുട്ടി വളരുന്നത്. അവിടെ ഒരു പ്രയാസമില്ല. എന്നിട്ട് നമ്മൾ പുറത്തു വന്ന് നോക്കി, മനുഷ്യൻ എന്ന ജീവി മറ്റു ജീവികളെപ്പോലെയല്ല. അത് ജനിക്കുമ്പോൾ കരയാൻ മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. വെറും കരയുന്ന ഒരു കുട്ടിയായിട്ട്. ബാക്കിയുള്ള ആടും ഒരു താറാവ് പ്രസവിച്ച് വീഴുമ്പോൾ എന്ത് ചെയ്യും? അത് മുട്ട വിരിഞ്ഞ് വരുമ്പം അതെന്ത് ചെയ്യും? അത് വെള്ളത്തിലിട്ട് അത് നീന്തും. അതിന് ജന്മസിദ്ധിയുണ്ട് നീന്താൻ. നമ്മൾക്ക് കരയാൻ മാത്രമേ അറിയുള്ളൂ. നമ്മൾ പിന്നെ എല്ലാം ഓരോ ഘട്ടത്തിലൂടെ നമ്മൾ നേടിയെടുത്താണ് അല്ലേ. ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ ചിരിച്ചു. 2 വയസ്സായപ്പോൾ നമ്മളിങ്ങനെ 2 മാസമായപ്പം നമുക്ക് ചെറിയൊരു ചിരി വന്നു. ആ ചിരി കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മളെ വല്യമ്മക്കൊരു സന്തോഷം ഉണ്ടായിട്ട്. എന്താ കാരണം? ചിരിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെ തലച്ചോറിന് വളർച്ച ഉണ്ട്, നല്ല വളർച്ച ഉണ്ട്. നമ്മളെ കഴുത്തുറച്ചു അല്ലേ. ചില കുട്ടികളെ 4-5 മാസമാകുമ്പം മാരിങ്ങനെ കഴുത്തിലിങ്ങനെ വല്ലാണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചോദിക്കും? എന്തെപ്പോഴും കഴുത്തുറച്ചിട്ടില്ലേ എന്ന് ചോദിക്കും. കഴുത്തുറച്ചു എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. കാരണം എന്താണ്? കഴുത്തുറച്ചാൽ ബുദ്ധിക്ക് വളർച്ചയുണ്ട് എന്നതിൻ്റെ അർത്ഥം.
ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടികളെ കഴുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് ഉറക്കുള്ളൂ. അങ്ങനെ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഇരുന്നു, നമ്മൾ നടന്നു, നമ്മൾ പിടിക്കാതെ, നമ്മൾ വീഴാതെ നടക്കാൻ പഠിച്ചു. അതൊരു സന്തോഷമായിരുന്നു. ചില ആൾക്കാർ ചിലപ്പോൾ തലന്മാർ പറയും, പെട്ടെന്ന് 8-9 മാസമായപ്പോൾ വണ്ടി കളിച്ചാൻ തുടങ്ങിയെന്ന്. അതൊരു സന്തോഷമാണ്. നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ഒരു 2 വയസ്സായ കുട്ടി, 2.5 വയസ്സായ കുട്ടി ചിലപ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് എത്തുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ, നിങ്ങളെ റോഡ് ഇപ്പോൾ ഈ വീട് ഈ റോഡിനാണെങ്കിൽ ഈ ജംഗ്ഷൻ എത്തിയവൻ പറയും വീടെത്തിയെന്ന്. ഓൻ ചിരിക്കാൻ തുടങ്ങും. ഓൻ ആ കട കണ്ടപ്പോൾ മനസ്സിലായി, തിരിയാനുള്ള റോഡ് എത്തിയപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി നമ്മളെ വീടെത്താൻ പോവാണെന്ന്. അത് ആ കുട്ടി അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുമ്പം നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്താണ്? അതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ നമ്മൾ കൈവരിച്ച ഓരോ അറിവാണ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്തു? മൂത്രം അറിയാണ്ട് പോണൊരു ഘട്ടം ഉണ്ടായിരുന്നു. പാമ്പേഴ്സ് ഇട്ട് നടക്കൂലേ? 3-3.5 വയസ്സായ ഒരു കുട്ടി പാമ്പേഴ്സ് ഇട്ടാൽ ആൾക്കാർ ചോദിക്കും, ഇപ്പോഴും മൂത്രം പോവുണ്ടോ? ഇല്ല, മൂത്രത്തിന് പ്രശ്നമൊന്നുമില്ല, ഒരു ധൈര്യത്തിന് കെട്ടിക്കൊടുത്താണെന്ന് പറയും. അതെന്താ? ആ പ്രായമാകുമ്പോഴത്തിന് അറിയാതെ മൂത്രം പോകുന്ന, പറയാതെ മൂത്രമൊഴിക്കുന്ന ശീലം നിൽക്കും. ഒരു കൺട്രോൾ വരും, മൂത്രമൊഴിക്കണം എന്ന് പറയും. ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അള്ളാഹു നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതെല്ലാം തല കുത്തനെ വരും. നിങ്ങൾ പ്രായം കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തല കുത്തനാവും. നിങ്ങളൊരു 80 വയസ്സുള്ള ഒരാളോട് ചോദിച്ചു നോക്കി, എന്താണ് ഇപ്പം വിഷമം, എന്താ ഇപ്പോഴത്തെ ഒരു പ്രയാസം? മോനെ നടക്കാൻ പറ്റണില്ല, പഴയമാതിരി വടി ഉണ്ടായാലും പറ്റാത്തൊരു കോലത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം. അതെൻ്റെ പേടി അല്ലേ. നമ്മൾ പണ്ട് നടക്കാൻ പഠിച്ചൊരു സന്തോഷമുണ്ട്, അത് തലകുത്തി വീണ്ടും നടക്കാൻ പറ്റാണ്ടാകുകയാണ്. ഒരു 90 വയസ്സായ ആളോട് ചോദിച്ചു നോക്കി, എന്താപ്പാ വിഷമെന്ന്? മൂത്രത്തിനൊരു കൺട്രോൾ ഇല്ലപ്പോൾ, അവിടെ പോകുന്ന ട്യൂബിട്ടൊക്കെയാണ് ഇപ്പോൾ. ഈ ഭയങ്കര പാമ്പേഴ്സ് കെട്ടിയേക്കാണ് വാപ്പാക്ക്. 90 വയസ്സായി. ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? മൂത്രം അറിയാണ്ട പോവാണ്. അങ്ങനെ ഒരു ഘട്ടം നമ്മൾ ചെറുപ്പത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം തലകുത്തനെയായി കീഴ്മേൽ മറിച്ച് വീണ്ടും തിരിഞ്ഞു വരുന്നൊരവസ്ഥ. ഇപ്പോൾ സഹോദരങ്ങളെ, ഈ ജീവിതം ഇതിനടിയിലൊരു കാലം മാത്രമാണ്. ഈ അവസ്ഥ തിരിച്ചു കൊണ്ടുവരുന്നപ്പെടുന്നതൊക്കെ പഠിച്ചോ ആയുസ് തന്നാലുള്ളൂ കേട്ടോ. ആ ഒരു ഘട്ടം, അതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു ആയുസ്സിലുള്ള ജീവിതമാണ് അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ളത്. എല്ലാവർക്കും ഇല്ല, കുറച്ചാൾക്കാർ നേരത്തെ പോകും. അപ്പം എന്തിനാണ് ഈ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. എന്താണ്? ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിക്കാൻ. ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ചെറിയൊരായുസ്സിനുള്ളിൽ എന്തിനാണ് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് പഠിപ്പിക്കാൻ. അതല്ല നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്കെല്ലാം ചെയ്തു തന്ന നമ്മുടെ റബ്ബ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, മറ്റെന്തിനേക്കാളും ആരെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ് നമുക്ക് അറിയിച്ചു തന്നതാണ് എന്ത്? അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് അതിനാണ്, അള്ളാഹുവിനെ ആരാധിക്കണം. അപ്പം ആരാണ് അള്ളാഹു? ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നിടത്ത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ്. ആ റബ്ബിനെയാണ്, റബ്ബാരാണ് എന്നാണ് ഞാൻ നിങ്ങളെ നേരത്തെ ചെറുതായിട്ട് പറഞ്ഞു തന്നത്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതല്ല. ഇപ്പം ചില ആളുകൾ നിരീശ്വരവാദം എന്ന് പുതിയ നമ്മൾ കേൾക്കാത്ത ഇതൊക്കെ സ്വന്തം ഉണ്ടായതാണോ, അല്ലെങ്കിൽ ഇതിനൊരു സൃഷ്ടാവുണ്ടോ, ഇങ്ങനെ റബ്ബുണ്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ എന്തൊക്കെ അവരോട് പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലത് ഒരു ബോധ്യപ്പെടില്ല. അവർ പിന്നിങ്ങനെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പടച്ചോൻ ഖുർആനിൽ ആകാശത്ത് മേലാപ്പിൽ നിന്ന് അള്ളാഹുവും മലക്കുകളും ഇറങ്ങി വരേണ്ടി വരും ഓലൊക്കെ വിശ്വസിക്കണമെങ്കിൽ. അല്ല, ഇപ്പം എന്ത് നമ്മൾ പറഞ്ഞാലും അതിന് നിഷേധിക്കാൻ സുഖമാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നത് സഹോദരങ്ങൾ, ഇത് വളരെ ചെറിയൊരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. വലിയൊരു ബുദ്ധിയൊന്നും വേണ്ട അല്ലേ? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇത് വെറുതെ ഉണ്ടായത് ഈ ആകാശഭൂമി, ഇത് തെന്നാലുണ്ടായത്, ഇത് സ്വയം സൃഷ്ടിച്ചതാണോ? ഈ ഭൂമി എന്നെ ഭൂമിനെ ഉണ്ടാക്കുമല്ലോ. ഈ ഭൂമി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഈ ഭൂമിക്കൊരു സൃഷ്ടികർത്താവുണ്ട്. ഈ ആകാശത്ത് എങ്ങനെയാണ് നിങ്ങൾ കൈഫ തക്ഫുറൂന ബില്ലാ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് ചോദിക്കുന്നുണ്ട്, കൈഫ തക്ഫുറൂന ബില്ലാ,
നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? വകുന്തും അംവാത, നിങ്ങൾ ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. ഈ ഒരു കോവിഡ് കഴിഞ്ഞു പോയില്ലേ. നമുക്ക് നമ്മളെ ശരീരത്തിൽ നടക്കുന്ന നമ്മൾ വെറുതെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണ്, പുറത്തേക്ക് വിടണ്. നമ്മൾ അറിയുന്നു പോലില്ല എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, എത്ര ഓക്സിജൻ, എത്ര ലിറ്റർ കണക്കിന് ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്ന് ഇത്ര കാലം നമുക്ക് അറിവില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കോവിഡ് വന്നപ്പോഴേ ഓക്സിജൻ്റെ ബില്ല് കണ്ടപ്പോഴാണ് ഓക്സിജൻ ഇത്ര വില ഉണ്ട് നമുക്ക് മനസ്സിലായത്. എൻ്റെ 2 സുഹൃത്തുക്കളാണ്, ഒരാൾക്ക് 35 ലക്ഷവും ഒരാൾക്ക് 28 ലക്ഷമാണ് കഴിഞ്ഞ കോവിഡിൽ ഹോസ്പിറ്റൽ ബില്ല് വന്നത്. 38 ലക്ഷം റുപ്യ. ഞങ്ങൾ ആലോചിച്ച് നോക്കി. 28 ലക്ഷം റുപ്യ ആശുപത്രി ബില്ലടച്ചു കഴിഞ്ഞ കോവിഡിൽ 2 ചെറുപ്പക്കാർ. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകട്ടെ. ഇപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കോവിഡിനെ അതിജീവിച്ചവരാണവർ. അപ്പോൾ അന്ന് നമുക്ക് മനസ്സിലായി എന്താണ് ഓക്സിജൻ, എന്താണ് വെൻറ്റിലേറ്റർ. ചില ആളുകളൊക്കെ അന്ന് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും തരാം, ഒരു കുറ്റി സിലിണ്ടർ തരൂ എന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ എഴുതി ട്വീറ്റ് ചെയ്ത ആളുകളുണ്ട്. ഡൽഹിയിലൊക്കെ ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ക്യൂ നിന്ന ആളുകളുണ്ട്. അതൊക്കെ പോയി, അതൊക്കെ ഓർമ്മയായി മാറി സഹോദരങ്ങളെ. എന്നിട്ടിപ്പോൾ പറയാണ് അള്ളാഹു ഉണ്ടോ എന്ന്. കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? വകുന്തും അംവാതൻ, നിങ്ങൾ അംവാത്തായിരുന്ന ജീവനില്ലാത്ത ഒരു ഘട്ടമുണ്ടായിരുന്നു. ഫഅഹ്യാക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. അല്ലേ, നമ്മളെപ്പോഴാണ് ജീവൻ ഉണ്ട് എന്ന് പറയാം? നിങ്ങൾ ഒരു ഗർഭസ്ഥ ശിശു അത് സ്കാനിങ്ങിൽ കൊണ്ടുപോയിട്ട് ജീവനുള്ള കുട്ടി എന്ന് റിപ്പോർട്ടിൽ എഴുതണമെങ്കിൽ അതിന് മിടിക്കുന്ന ഒരു ഹൃദയം ആ ഡോക്ടർ അവിടെ കാണണം സ്കാൻ ചെയ്യുമ്പം. അപ്പോഴാണ് ജീവനുള്ള കുട്ടി എന്ന് എഴുതുള്ളൂ. അങ്ങനെ അവിടെ ജീവനില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് റൂഹ് കിട്ടി, മിടിക്കുന്ന ഒരു ഹൃദയം കിട്ടി, ജീവനുള്ള ഒരു കുട്ടിയായി, ജീവനുള്ളവനായി അള്ളാഹു നിങ്ങളെ മാറ്റി. എന്നിട്ട് ആ അല്ലാഹുവിനെ നിങ്ങളെങ്ങനെയാണ് നിഷേധിക്കുക? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളില്ല. ഒരു കിഡ്നി, ഒരു ഡയാലിസിസ് ചെയ്യുന്ന ആൾ കണ്ടൊരു ദിവസം ഒരു ഉമ്മ പറഞ്ഞൊരു മോനെ എന്നും ഉമ്മ ഡയാലിസിസിന് 1.5 അമ്മയാണ് കൊണ്ടുവരിക. അപ്പോൾ മോൻ്റെ എല്ലിന് ചെറിയൊരു പൊട്ടുണ്ട്, ഒരു പൊട്ട്. അപ്പോൾ നടക്കാൻ പറ്റണില്ല. ഈ ഡയാലിസിസ് ചെയ്തു 12 വർഷം ഡയാലിസിസ് ചെയ്തു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുമായി എല്ലിന് ചില അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ എല്ല് ബലം കുറഞ്ഞ് പൊട്ടിയതാണ്. അപ്പം നടക്കാൻ പറ്റണില്ല. അപ്പം അമ്മ വന്നിട്ട് കരഞ്ഞിട്ട് പറയാണ്, എങ്ങനെങ്കിലും ഒന്ന് നടത്തി തരണം ഓപ്പറേഷൻ ചെയ്തിട്ട്. സാധാരണ നമ്മൾ 10-12 കൊല്ലമൊക്കെ ആയിട്ട് രോഗിയായ കിടപ്പിലായ ഒരാൾ അധികം ഡോക്ടറെ പുറത്ത് കുറേ കാലമായി അസുഖമായിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നാണ് പൊതുവേ പറയാം. അമ്മ പറയാം എങ്ങനെങ്കിലും എൻ്റെ മകനൊന്ന് നടത്തി തരണം. അപ്പോൾ അമ്മ പറഞ്ഞാൽ എന്താ പറയുക, 1.5 ഡയാലിസിസിന് കൊണ്ടുപോകാൻ ആരുമില്ല, ഞാനാ കൊണ്ടുപോകല്. ഒരു വണ്ടി ഓട്ടോറിക്ഷ ഏൽപ്പിച്ചേക്കാണ്, വലിയ തടിയുണ്ട്, ഞങ്ങൾ 2 ആളും കൂടി ഓനെ പൊന്തിച്ചാൽ പൊന്തൂല, അതുകൊണ്ട് കൊണ്ടുപോകാൻ വയ്ക്കണില്ല, അതുകൊണ്ട് നടത്തി തരണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കിഡ്നി എന്ന് പറയുമ്പോൾ ഒരു നാടൻ മാങ്ങൻ്റെ വലിപ്പമുള്ളൂ, ചെറിയ ഒരു കിഡ്നി. ആ കിഡ്നി ചെയ്യണ പ്രവർത്തനമാണ് മനുഷ്യനുണ്ടാക്കിയ വലിയ ഫ്രിഡ്ജിൻ്റെ അത്ര വലിപ്പമല്ല ആ ഡയാലിസിസ് മെഷീൻ ചെയ്യണത്. അതും 1.5 പോണം, 4 മണിക്കൂർ അയിമ കിടത്തണം, 1/2 മണിക്കൂർ കയറ്റാൻ 1/2 മണിക്കൂർ ഇറക്കാൻ. ഒരു ദിവസത്തെ മെനക്കെടാണ് മൊത്തം. എന്നാലോ ആ കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടിട്ട് നടക്കണുണ്ടോ? അതുമില്ല. കുറേ വേറെ ഇഞ്ചക്ഷൻസും വേറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. വെറും ഒരു ശുദ്ധീകരണം മാത്രമേ നടക്കണുള്ളൂ. കിഡ്നിക്ക് വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട്, അതൊന്നും ഈ മെഷീന് ചെയ്യാൻ കഴിയില്ല. എന്നിട്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടാവിനെ കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാന്ന്. ഈ കിഡ്നി വെച്ചുകൊണ്ട് റഹ്മാനും റഹീമുമായ ഒരല്ലാഹുവിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ആ നിഷേധിക്കുന്ന ആളുകളുടെ വീട്ടിൽ മഴ പെയ്യുന്നത്, അവരുടെ കിണറ്റിൽ വെള്ളമുള്ളത്, അവർക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ശ്വസിക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്നത്. അത്രയും കാരുണ്യവാനാണ് അള്ളാഹു. നോക്കി, നമ്മളെ വീട്ടിൽ പണിക്ക് വെച്ച ആൾ നമ്മളെ തെറി വിളിച്ചാൽ, നമ്മളെ എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ നമ്മളവനെ പറഞ്ഞു വിടും. നമുക്ക് അത്ര കാരുണ്യമൊന്നും ആൾക്കാരോടില്ല. അതിനേക്കാൾ കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ കാരുണ്യവാനായ റബ്ബിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ കോവിഡിന് ശേഷം നമ്മളിവിടെ ബാക്കിയായി. എൻ്റെ 2 സുഹൃത്തുക്കൾ 10ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിച്ച 2 ആളുകൾ കഴിഞ്ഞ കോവിഡിൽ മരിച്ചുപോയി. നമ്മൾ കുറേ ആളുകൾ സഹോദരങ്ങളെ ഈ കോവിഡിന് ശേഷം ഇവിടെ ബാക്കിയായി.
അതുകൊണ്ട് ഈ ജീവിതത്തിന് എന്തോ ഒരു അർത്ഥമുണ്ട്. അവർ പോയി, നമ്മൾ ബാക്കിയായി. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്കിയായത്? നമ്മൾ എന്തെങ്കിലും കൂടുതൽ നന്മ ചെയ്തത് കൊണ്ടാണോ സഹോദരങ്ങളെ? അല്ല. നമ്മൾ എന്തെങ്കിലും കൂടുതൽ അവർ പോയത് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ? അല്ല. അതാണ് ഈ ജീവിതം എന്നതൊരു പരീക്ഷണമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളെ ഓരോ പ്രവർത്തനവും അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിന് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാഷ്വാലിറ്റിയിൽ ഒരാളെ കൊണ്ടുവന്നു, ഒരു കുട്ടിനെ കൊണ്ടുവന്നു. നിങ്ങൾ ആലോചിക്കുക, എന്താ പറയുക, റീൽസ് ഉണ്ടാക്കിയതാണ്. തൂങ്ങി മരിച്ചിന് റീൽസ് ഉണ്ടാക്കിയതാണോ? അത് ഷൂട്ട് ചെയ്യാൻ തൂങ്ങി മരിച്ചതെന്ന് ഓൻ തന്നെ ഷൂട്ട് ചെയ്ത് റീൽസ് ഉണ്ടാക്കി. ഈ തൂങ്ങി ചാടുമ്പോൾ പിന്നെ പിടിച്ചാൻ ആളുണ്ടാവില്ല എന്ന് ചങ്ങായി പടൂനറിയില്ല. എന്നിട്ട് തൂങ്ങിക്കിടക്കുന്ന എല്ലാവരും കൂടി പിടിച്ച് ഇപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇങ്ങനെ മെല്ലെ റെഡിയായി വരുന്നുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാണ് ലോകമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിനൊരു കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ജീവിതം എപ്പോൾ എവിടെ എങ്ങനെ ഏത് നിമിഷവും ഇത് അവസാനിക്കുക. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ തട്ടി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ മായാത്ത കുറേ ചിത്രങ്ങൾ ഇനിയും കുറേ പറയാനുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മളെ ക്ലാസ് പൂർണ്ണമാവില്ല. 2-3 സംഭവങ്ങൾ ഇവിടെ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ജീവിതം എന്നത് എപ്പോഴാണ് ഇതിൻ്റെ ടേണിംഗ് പോയിൻ്റ് വരിക എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ചെറിയ തലവേദന വന്നു, ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഡോക്ടറെ ഭയങ്കര വയറുവേദന, നമുക്ക് ഭയങ്കര പരിചയമുള്ളവർ അങ്ങനെയുണ്ടോ, ഡോക്ടർ ഭയങ്കര വയറുവേദന ഉണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഗുളിക മേസം വാട്സപ്പ് ചെയ്തിരുന്നു പറയാം. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ആൾക്കാർ 500 രൂപേൻ്റെ ചെക്കപ്പ് ഉണ്ട്, ലാബിൽ പോയാൽ എല്ലാ ചെക്കപ്പും ഫ്രീ ആയിട്ട് കിട്ടും. 500 രൂപ എടുത്താൽ മതി. എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ഇടും. ഡോക്ടറെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ഒന്ന് നോക്കി പറഞ്ഞു തരിട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ ഫോണിൽ സൂം ചെയ്ത് ഓൻ്റെ 500 രൂപേൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറേ റിപ്പോർട്ട് വരലുണ്ട്. അതല്ലാതെ ഒരാൾ വളരെ സീരിയസ് ആയിട്ട് നോക്കി ഭയങ്കര വയറുവേദന ഉണ്ടെങ്കിൽ ഞാൻ തൽക്കാലം ഡോക്ടറെ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, ഒരു ഗുളിക SMS ചെയ്ത് തരുന്നത്. അപ്പോൾ ഗുളിക മെസ്സേജ് അയച്ചു കൊടുത്തു. പിറ്റേന്ന് മൂപ്പര് വിളിക്കുന്നുണ്ട്, നോക്കി ഗുളികക്ക് ഒരു സുഖമില്ല, വയറുവേദന നല്ല വേദനയാണ്, ഇപ്പോഴൊരു കുറവില്ല, എന്താ ഒരു സ്കാൻ ചെയ്ത് നോക്കല്ലേ എന്ന് പറഞ്ഞു. ഒരു സ്കാൻ ചെയ്ത് നോക്കല്ലേ? ഞാൻ സ്കാൻ ചെയ്ത് നോക്കുകയാണ്. സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ലിവറിൽ മുഴ കാണുന്നത്. ലിവറിൽ എന്തോ ഒരു തടിപ്പുണ്ട് എന്ന് സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു. ബാക്കി നിങ്ങളെ ഡോക്ടർ പറഞ്ഞിരുന്ന പറയണം. മൂപ്പർക്ക് പറയാൻ പേടി, ചെറിയൊരു തടിപ്പ് എന്നാണ് പറയാം. നിങ്ങളെ ലിവറിൽ ചെറിയൊരു തടിപ്പുണ്ട്, അത് സ്കാനിങ്ങൾ ചെയ്യാൻ പറഞ്ഞ ഡോക്ടർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ മൂപ്പര് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. മൂപ്പരെന്നെ ഗൂഗിളിലൊക്കെ നോക്കിക്കാണ്ട് കണ്ടുപിടിച്ചിക്കണ്, 6 മാസം ജീവിക്കുള്ളൂ എന്നാണ് ഗൂഗിൾ പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വയറുവേദന വന്ന് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേന് തീരുമാനമായി 6 മാസം ഉള്ളൂ എന്ന്. ഇത് ആ സഹോദരൻ്റെ ഇതൊക്കെ നമുക്കും വരും, നാളെ നമുക്ക് വരും വയറുവേദന. ഇന്ന് ഈ നേരം വെളുത്ത് ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയമാകുമ്പോൾ ഈ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഭാഗം തളർന്നു പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ ഒരുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നേരമായപ്പോത്തിന് ലോകത്തിൻ്റെ മൊത്തം സ്ഥലങ്ങൾ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിക്കുന്നുണ്ട് ഒരു ദിവസം. എത്രയോ ആളുകൾക്ക് ഇന്ന് ബയോപ്സി കുത്തിയെടുത്ത റിപ്പോർട്ട് കയ്യിൽ കിട്ടി ക്യാൻസറാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഏത് നിമിഷവും നമുക്ക് ഈ ഒരു റിപ്പോർട്ട് നമ്മളെ കയ്യിൽ കിട്ടും. നമുക്കും ഒരു പ്രതിസന്ധി നമ്മളെ ജീവിതത്തിൽ നമ്മളെ മുമ്പിൽ വരും. ആ പ്രതിസന്ധി വരാൻ നിൽക്കേണ്ടതില്ല സഹോദരങ്ങളെ. അന്ന് നമുക്ക് മനസ്സിലാകും ഈ ജീവിതത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു എന്ന്. പക്ഷേ പിന്നെ കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരവസരം, കുറച്ച് ആയുസ് അല്ലാഹു നമുക്ക് ബാക്കി വെക്കൂല. ആ സമയത്താണ് നമ്മൾ വളരെ വൈകിയാണ് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ജീവിതം വലിയ നഷ്ടമായി പോകും സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മൾ മരിച്ചിട്ട് രണ്ടാമത് നമ്മൾ തിരിച്ചു വരൂലെന്ന് എന്താ ഒരു സംശയം? നമ്മൾ ഈമ്പിടുന്ന മാങ്ങൻ്റെ അണ്ടി പോയി നോക്കി, മുളച്ചിന് വരും. ചക്കക്കുരു അതിങ്ങനെ പൊട്ടി മുളച്ചിന് വരും. ഇത്രയും ലളിതമായ ഒരു ചക്കക്കുരും ഒരു പുളിങ്കുരും ഒരു മാങ്ങൻ്റെ അണ്ടിയും മുളച്ചു വരുന്നുണ്ടെങ്കിൽ മനുഷ്യനെന്ന സങ്കീർണ ജീവി മാത്രം അവൻ്റെ വിത്തിൽ നിന്ന് മുളക്കൂല എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ എന്തുമാത്രം വിഡ്ഢികളാണ്. ആദ്യമായിട്ടൊരു സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹുവിന് രണ്ടാമതും നമ്മളെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമുള്ളത്? നിങ്ങൾ ഏത് സാധനം ഉണ്ടാക്കുന്ന ആൾക്കാരോടും ചോദിച്ചു നോക്കി, ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരോടും. ആദ്യത്തെ ഡിസൈൻ ചെയ്യാനാ പ്രയാസം, പിന്നെ രണ്ടാമത് കോപ്പി എടുത്താൽ മതി.
രണ്ടാമത്തെ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ആദ്യം തവണ ഉണ്ടാക്കി അള്ളാഹ്ക്ക് രണ്ടാമത് നമ്മൾ ഉണ്ടാക്കാൻ യാതൊരു പ്രയാസമില്ല. ഇത്രയും സങ്കീർണമായ ആകാശഭൂമികളെയും കോടാനകോടി നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിന് മനുഷ്യനെന്നൊരു ജീവിയെ മാത്രം രണ്ടാമത് സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമുള്ളത്? അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് വേണ്ട വിഭവങ്ങൾ സമാഹരിക്കുകയാണ് ഈ ചെറിയൊരായുസ്സിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും എളുപ്പങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. പൊതുവെ ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ എടങ്ങേറ് മാത്രമാണ് പരീക്ഷണം എന്നാണ്. അല്ല സഹോദരങ്ങളെ, എടങ്ങേറ് മാത്രമല്ല പരീക്ഷണം. സൗകര്യങ്ങളും വലിയ പരീക്ഷണമാണ്. ആരോഗ്യം പരീക്ഷണമാണ്. സമ്പത്ത് പരീക്ഷണമാണ്. നിങ്ങൾ നോക്കി, എൻ്റെ അയൽവാസി ക്യാൻസറായിട്ട് കിടക്കുകയാണ്. 40 വയസ്സുള്ളൂ. വളരെ ചെറുപ്പത്തിൽ 40 വയസ്സിൽ കുട്ടികളൊക്കെ +2നും +1നൊക്കെ പഠിച്ചിരുന്ന 4 പെൺകുട്ടികളാണ്. അയാൾ ക്യാൻസറായിട്ട് കിടക്കുമ്പോൾ ആ വീട്ടിൽ നമുക്ക് ചെന്നിട്ട് ഓനെ ആശ്വസിപ്പിക്കാം. എന്താണ്, ലാസ്റ്റ് സ്റ്റേജാണ്, ഈമാൻ ഉറപ്പിച്ച് കിടന്നോ, ഈ മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ക്യാൻസർ നല്ല മരണമാണ്, ഷഹീദിൻ്റെ കൂലി കിട്ടും, അതുകൊണ്ട് ഈമാൻ ഉറപ്പിച്ച് കിടന്നു എന്ന് പറഞ്ഞാൽ ഓന് സമാധാനം ഉണ്ടാവില്ല. ഓൻ ആലോചിക്കണം എന്താ അറിയോ, എല്ലാവർക്കും പേടി എന്താ അറിയോ, നമ്മളെക്കുറിച്ച് മരിച്ചു പോണ ഒരാൾക്കും മരണശൈലിയിൽ കിടക്കുന്ന ഒരാളോട് ചോദിച്ചാലും അയാളെപ്പോഴും പറയാൻ എന്താ അറിയോ, എൻ്റെ കുട്ടികളാരാ നോക്കുക, എൻ്റെ പെൺകുട്ടികളാര് കെട്ടിച്ചു വിടും, ഞാൻ എപ്പോഴും വാടക വീട്ടിലാണ്, എനിക്ക് അവർ ആര് വീട് വെച്ച് കൊടുക്കുന്ന ചോദിക്കുക. അവിടെ സഹോദരങ്ങളെ, അവിടെ നമുക്ക് വലിയൊരു പരീക്ഷണമുണ്ട്. നമുക്ക് പറയാൻ സാധിക്കണം, ഈ ധൈര്യമായിട്ട് ഈമാൻ ഉറപ്പിച്ച് ഈ മരിച്ചോ, നീ മരിച്ചാൽ എൻ്റെ കുട്ടികളെ കെട്ടിച്ച് നമ്മുടെ മഹല്ല് കമ്മിറ്റി ഉണ്ട്, ഞങ്ങളുണ്ട്, ഇവിടെ നാട്ടുകാരുണ്ട്, ഒരു പേടിയും പേടിച്ചണ്ട, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കും, ഞങ്ങൾ എൻ്റെ കുട്ടികൾക്ക് വീട് വെച്ചെടുക്കും, എല്ലാം ഞങ്ങൾ ചെയ്യും. ഇവിടുത്തെ ദുന്യാവിലെ ഒരു കാര്യം ആലോചിച്ച് ബേജാറാകണ്ട, എൻ്റെ ഖബറിലേക്കുള്ള വിഭവങ്ങൾ, അതിനെക്കുറിച്ചാണ് നിങ്ങൾ പേടിക്കേണ്ടത്. നമ്മളോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും ബേജാറെന്താണ്, നമ്മൾ മരിച്ചാൽ പെണ്ണുങ്ങൾക്ക് എന്താവും, കുട്ടികൾക്ക് എന്താവും എന്നാണ്. അല്ല സഹോദരങ്ങളെ, നമുക്ക് എന്താവും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളവസ്ഥ ഖബറിൽ എന്താവും, നമുക്ക് എത്രത്തോളം അമലുകളുണ്ട്, നമ്മൾ എത്രത്തോളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മളെ കർമ്മങ്ങൾ ഇഖ്ലാസുള്ള കർമ്മങ്ങളാണോ, നമ്മളെ കർമ്മങ്ങൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളാണോ, അതിനെക്കുറിച്ചാണ് നമ്മൾ വേവലാതിപ്പെടേണ്ടത്. അതുകൊണ്ട് ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടുള്ളൂ, നമ്മൾ ഈ ഒരു നിമിഷം കണ്ണടച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നാളെ ഖബറിൽ? അതുകൊണ്ട് അതാണ് ഏറ്റവും സീരിയസ് ആയ നമ്മളെ ലൈഫ് ചേഞ്ചിങ് ക്വസ്റ്റ്യൻ എന്നാണ് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ജീവിതം എവിടെ വേണമെങ്കിലും ഇതൊരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങണതിൻ്റെ മുമ്പ് നമ്മൾ മരിക്കൂല എന്നൊരു എത്ര ആളുകൾ പണ്ടൊക്കെ നമുക്ക് പറയുന്നു, ചെറുപ്പക്കാർക്ക് അറ്റാക്ക് വരും. ഇന്നെന്തെന്നാ ഒരു ചെറുപ്പത് നമ്മൾ ഒരിക്കലും 38 വയസ്സ് 28 വയസ്സിലേക്ക് അറ്റാക്ക് വരുന്നത്, ക്യാൻസർ വരുന്നു. അതുകൊണ്ട് ഒന്നും സാധാരണ ആളുകൾ പറയും ECG ആൻജിയോഗ്രാമൊക്കെ എടുത്തിട്ട് ആൾക്കാർ നോർമലായിട്ട് ഇങ്ങനെ പോകുമ്പം ഡോക്ടറെ ഇതിപ്പോൾ ഓക്കെ ആണല്ലേ, അപ്പോൾ ഡോക്ടർമാർ ഒരിക്കലും പറയില്ല അത് ഉഷാറാണെന്നല്ല, ഈ ഒരു നിമിഷം നിങ്ങളെ ഹാർട്ട് ഓക്കെയാണ്, അത്രേ ഉള്ളൂ ഗ്യാരണ്ടി. ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ സംഭവിക്കാം. അപ്പോൾ അല്ല ഇതിലിപ്പോൾ ബ്ലോക്കില്ല, ഈ ആൻജിയോഗ്രാം കാണിക്കണം എന്താണ്, ഇതിലിപ്പോൾ ബ്ലോക്കില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങിയാൽ ഒരു ബ്ലോക്ക് വരുമോ എന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ബ്ലോക്ക് ഉണ്ട്, അങ്ങനത്തെ ബ്ലോക്കുണ്ട്. ബ്ലോക്ക് അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന ബ്ലോക്ക് ഉണ്ടാവും. രക്തക്കോയിൽ പെട്ടെന്ന് ചെറുതാണ് ടൈപ്പ് ബ്ലോക്ക് ഉണ്ട്, അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാമെന്നാണ്. രക്തക്കോയിൽ ഇങ്ങനെ നിൽക്കുന്ന രക്തക്കോയിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവും കുറച്ച് നേരത്തിന്, അത് തോനെ നേരമായാൽ കഴിഞ്ഞു, അപ്പോൾ തന്നെ വിട്ടാൽ ആ വേദന വന്നിട്ട് പോവും. സ്കാൻ ചെയ്യുമ്പോൾ ഒന്നും കാണില്ല, ആൻജിയോഗ്രാം എടുത്തൊന്നും കാണില്ല, നോർമലാണ്. പക്ഷേ നെഞ്ഞുവേന വരുന്നുണ്ട്. അപ്പോൾ എന്താ വരുമ്പോൾ ആ നെഞ്ഞുവേന ഉണ്ടാകുമ്പം വരാൻ പറയും, അപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് അങ്ങനെ ഉണ്ടാവും, അല്ലാത്ത നേരത്ത് കാണൂല, അങ്ങനത്തെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ഒരു പേരുണ്ട് മുഅ്മിൻ എന്നുള്ള. അപ്പോൾ നിർഭയത്വം നൽകുന്നവെന്നാണ്, നമുക്ക് പേടി മാറ്റിത്തരുന്നവെന്നാണ്. ശരിക്കും ആ പേരിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴേ എനിക്കൊരു പേഷ്യൻറ്റിനെ ഞങ്ങൾ മുമ്പിൽ പറയാൻ തോന്നുന്നു. പണ്ട് ഒരു ചങ്ങായി വന്നിട്ട് ഓൻ്റെ അയലോക്കക്കാരൻ, ഓൻ്റെ അതേ പ്രായമുള്ള ഓൻ്റെ അയൽവാസിക്ക് പള്ളിയിൽ ക്യാൻസറായി. അപ്പോൾ ഓൻ്റെ മരിച്ച് മയ്യത്തെടുത്തുകൊണ്ട് വരിക, പിറ്റേന്ന് ഓൻ വന്നിട്ട് പറയണം, ഡോക്ടറെ എൻ്റെ ഫ്രണ്ടിന് അയൽവാസിക്ക് ഇന്നലെ ക്യാൻസറായിട്ട് മരിച്ചു. അപ്പോൾ ഓ എപ്പോഴും പറഞ്ഞതിന് എന്താ വെച്ചാൽ ഒരു പള്ളിയിലിരുത്തുണ്ട്, അതേ പള്ളിയിലിരുത്ത് ഉപ്പച്ചുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതേ മോൻ്റെ ഫ്രണ്ട് മരിച്ച അതേ പള്ളിയിലിരുത്ത് ഓനുണ്ട്. അപ്പോൾ എന്താ നമുക്കിപ്പോൾ സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു, സ്കാൻ ചെയ്ത് നോർമൽ റിപ്പോർട്ടാണ്. നമ്മൾ ഉറപ്പ് തന്നെയാണ്, മോനെ വർത്തമാനം കേട്ടറിയില്ല, ഒന്നുമില്ല, അവൻ പേടിച്ചിട്ടാണ് നമുക്കറിയാം. പക്ഷെ നമുക്കൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ, സ്കാനിങ് അത് വായിച്ചു കൊടുത്തത് ഈ കുഴപ്പമൊന്നുമില്ല, ക്യാൻസറൊന്നുമില്ല അറിയാം, ഒന്നും അതിൽ എഴുതിയിട്ടില്ല, നോർമൽ എന്നുള്ളൂ. എന്നാലും നമ്മൾ ഓൻ്റെ സമാധാനത്തിന് ക്യാൻസറൊന്നും ഇല്ല എന്നൊക്കെ കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ, അല്ല ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവില്ലേ?
ഈ കാണാത്ത ക്യാൻസർ ഉണ്ടാവില്ലേ? അടുത്ത സ്കാനിങ് പറഞ്ഞു, ഓൻ പറഞ്ഞു നിങ്ങൾ അതിന് വലിയ സ്കാനിങ് എഴുതി തരി, ഏതായാലും കായ് പോണ് നോക്കിയിട്ട് കാര്യമില്ല, സമാധാനം വേണ്ട, കടന്നുറങ്ങാൻ പോയിക്കണ്ടായിരുന്നു. അങ്ങനെ ഓന് MRI എഴുതി കൊടുത്ത്, CT സ്കാൻ, മറ്റേ CT അപ്ഡം എന്ന് പറഞ്ഞ സ്കാനിങ് ഉണ്ട്, അത് എഴുതി കൊടുത്ത്. അത് വന്നിരുന്നു, അതിലൊന്നുമില്ല. പക്ഷേ പറഞ്ഞപ്പോൾ പിന്നെയോ ചോദിക്കണം എന്താ അറിയോ, ഇതീ കാണാത്ത ക്യാൻസർ ഉണ്ടാവില്ലേ എന്നാണ്. ഇതീ കാണാത്ത ക്യാൻസർ ഉണ്ടാവും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതീ കാണാത്ത ക്യാൻസർ എന്ന് പറഞ്ഞാൽ പിന്നെ കുടലിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു തുടക്കമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാണൂലായിരുന്നു. അതെങ്ങനെയാണ്? അത് കോയിലിറക്കി നോക്കണം. ഞങ്ങൾ എല്ലാ കോയിലും എഴുതിക്കൊള്ളി, ബാക്ക് കൂടി മുന്നുകൂടിയൊക്കെ ഉള്ള കോയിലിറക്കുക. സമാധാനം കിട്ടണില്ല. 10 കിലോ കുറഞ്ഞിങ്ങനെ. സാധുവിന് രാത്രി ഉറക്കല്ല. ഇപ്പോൾ നമ്മളൊരു ക്യാൻസർ ഉള്ള ഒരാളെ കണ്ടാൽ, ഓനിപ്പോൾ ക്യാൻസറാണ്, ഇതാ റിപ്പോർട്ടിൽ ക്യാൻസർ ഉണ്ട്, സർജറി ചെയ്യണം, അങ്ങനെ ചെയ്തു, ഓൻ്റെ കുടൽ മുറിച്ച് കുപ്പിയിലാക്കി ടെസ്റ്റിന് അയച്ചു. അപ്പോൾ അതാ ക്യാൻസറിൻ്റെ ഭാഗം മുറിച്ച് ക്ലിയർ ആയിക്കണ്. പിന്നെ പുതിയൊരു CT പെറ്റ് സ്കാൻ എടുത്തു, എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടോ നോക്കി, 27,000 റുപ്യ ബില്ലുമായി. അങ്ങനെ അവനോട് പറഞ്ഞു എവിടെയും ബാക്കിയില്ല. ഓ സുഖമായിട്ട് കിടന്നുറങ്ങും പോയിട്ട്. ഓന് മനസ്സിലായി ഇനി ക്യാൻസർ ഇല്ല. ഇതോ ഈ സാധുവിന് ക്യാൻസറും ഇല്ല എന്നാ പറഞ്ഞിട്ട് മനസ്സിലാവണമില്ല. ഓ ഉറങ്ങണമില്ല, തടി. ക്യാൻസർ രോഗിനേക്കാൾ വലിയ കോല ഓനെ കണ്ടാൽ. നിങ്ങൾ നോക്കി, അള്ളാൻ്റെ പേരാണ് മുഅ്മിൻ, നിർഭയത്വം നൽകുന്നവൻ, പേടി മാറ്റി തരുന്നവൻ. അത് പടച്ചോനെ കഴിയുള്ളൂ. ആ പേടി മാറ്റാൻ പടച്ചോനെ കഴിയുള്ളൂ. അങ്ങനെ ഒരു ക്യാൻസർ ഉണ്ട് എന്ന സഹോദരങ്ങളെ, അതുണ്ടെങ്കിൽ മാറണമെന്ന് അല്ലാത്തൊരാളോട് സഹായം ചോദിച്ചാൽ, ഏതെങ്കിലും ജാറത്തിൽ പോയാൽ, ഏതെങ്കിലും ദർഗയിൽ പോയിട്ട് അവിടുത്തെ മന്ത്രിച്ച നൂലോ നെയ്യോ തടവിയാൽ, പള്ളമ്മ തടവിയാൽ, വെള്ളം കുടിച്ച് മന്ത്രിച്ചാൽ, അവിടുത്തെ വെള്ളം കൊണ്ട് നൂലുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ബാധിച്ച ക്യാൻസർ പോകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ആ പേടി മാറ്റാൻ പടച്ചോന് കഴിയുള്ളൂ. അതാണ് ഈമാൻ, അതാണ് തൗഹീദ്. അത് പറയാനാണ് 1,00,000-ൽ പരം അമ്പിയാക്കന്മാർ ഭൂമിയിലേക്ക് വന്നത്. അതാണ് ഏകദൈവ വിശ്വാസം. നമ്മളെ ജീവിതത്തിൽ ബാധിച്ച ഏതെങ്കിലും പ്രയാസം അത് മാറ്റിത്തരാൻ അത് അല്ലാഹുവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മളെ ബാധിച്ച ഏതെങ്കിലും തിന്മകൾ നീക്കിത്തരാൻ അത് അല്ലാഹുവിന് മാത്രമേ കഴിയൂ എന്നുള്ള വിശ്വാസം. അതല്ലാതെ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്ക്, അത് മനുഷ്യനാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ജീവിച്ചവരാകട്ടെ, മരിച്ചവരാകട്ടെ, ഒരാൾക്കും തന്നെ സാധ്യമല്ല. അതാണ് തൗഹീദ്, അതാണ് വിശ്വാസം, അതാണ് ഇസ്ലാം. അത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. 1,00,000 ചില്ലാനം അമ്പിയാക്കന്മാർ ഭൂമിയിലേക്ക് വന്നത്. വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയതൊക്കെ എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനാണ്. എന്താണ്? ഈ ആകാശം ഉണ്ടാക്കിയത് പടച്ചോനാണെന്ന് പറയാനല്ല, ഈ ഭൂമി ഉണ്ടാക്കിയത് പടച്ചോനാണ് എന്ന് പറയാനല്ല. അതൊക്കെ ജനങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, റബ്ബല്ലാഹുവാണ് എന്ന്. അതൊക്കെ നേരത്തെ പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്. പക്ഷേ പ്രശ്നം എവിടെയാണ്? തൻ്റെ ജീവിതത്തിൽ ബാധിച്ച ഒരു കെടുതി, ഒരു പ്രയാസം അത് നീക്കിത്തരുവാൻ, തൻ്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതാരെങ്കിലും ആകട്ടെ, ജനിച്ച ഏതെങ്കിലും മഹാന്മാർക്ക് അങ്ങനെ കഴിയോ? ഇല്ല സഹോദരങ്ങളെ. എല്ലാം കാണുന്നവൻ അതാണ് അല്ലാഹു. ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞതാണ്. അല്ലാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ, അല്ലാഹു സമീർ ആണ് എന്ന് പറയുമ്പം അല്ലാഹു എല്ലാം കേൾക്കും. അത് മൊയ്തീൻ ശൈഖിന് കഴിയൂല, അത് ബദരീങ്ങൾക്ക് കഴിയില്ല, അത് അല്ലാഹുക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹുക്ക് മാത്രമേ കഴിയുള്ളൂ. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ അത് അല്ലാഹുവാണ്. നിർഭയത്വം നൽകുന്നവൻ, പേടി മാറ്റി തരുന്നവൻ, അൽ മുഅ്മിനുൽ മുഹൈമിനുൽ ജബ്ബാറുൽ മുതകബ്ബിർ, ഇതൊക്കെ അള്ളാൻ്റെ പേരാണ്. അതാ പറഞ്ഞത്, ആ രോഗിയെ ബാധിച്ചൊരു പേടിയുണ്ട്, ആ പേടി മാറ്റാൻ പടച്ചോന് കഴിയുള്ളൂ. അതെന്തോ അതാണ് ഏകദൈവ വിശ്വാസം. ഏകദൈവ വിശ്വാസം നൽകുന്നൊരു നിർഭയത്വമുണ്ട്. എന്താണ്? അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു എന്നെ ഏറ്റവും സ്നേഹിക്കുന്നവനാണ്, അല്ലാഹു വദൂദാണെന്നാണ്. വദൂദ്, വദ്ദയവുദ്ദു എന്ന് പറഞ്ഞ അറബി പദം ഉണ്ടല്ലോ, അതിങ്ങനെ സ്നേഹം തുളുമ്പുന്നൊരു വാക്കാണ്. അതിനേക്കാൾ വേറൊരു പദഞ്ഞില്ല. അത്രയും സ്നേഹമുള്ളവനാണ് അല്ലാഹു. വദൂദാണ് അല്ലാഹുന്ന്. ആ അല്ലാഹുവിനെ നമ്മൾ അറിയണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹിൻ്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞു ഫഅലം. ആദ്യമായിട്ട് വേണ്ടത് എന്താ? അള്ളാഹിനെ അറിയലാണ്. മഅരിഫത്തുല്ലാഹ്. അള്ളാഹ് എന്ന് പറഞ്ഞ ആരാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു, ഏകനായ അല്ലാഹു. ആ അല്ലാഹു എത്ര കൃത്യമാണ് നോക്കി. എന്താണ് ആരവിടെ അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താ അറിയോ? അല്ലാഹു ഒരു ചോദിക്കാൻ, നിങ്ങൾ അല്ലാഹു എങ്ങനെയാണ്, നിങ്ങൾ അല്ലാഹു എവിടെയാണ്, നിങ്ങൾ അല്ലാഹു ആരാണ്, അയാൾ എന്നാ വന്ന്, അയാൾക്ക് എന്താ പണി? അപ്പോൾ പടച്ചോനെ പറ്റി കൃത്യമായിട്ട് പറയാൻ
ഇവിടുത്തെ വേദഗ്രന്ഥങ്ങൾക്ക് ആളുകൾക്ക് സാധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ നോക്കി, ഇസ്ലാമിൽ കൃത്യമായിട്ട് അള്ളാഹു ആരാണ്, അള്ളാഹു എവിടെയാണ്, അള്ളാഹു എന്താണ് പണി, എന്തൊക്കെ ഏത് ചോദ്യത്തിനും കൃത്യമായിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു ഷോർട്ടായിട്ട് ഏറ്റവും സുന്ദരമായി അള്ളാഹിനെ പറ്റി പറഞ്ഞു തരാണ്. അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുർആൻ്റെ 1/3 നമ്മൾ പറയും. കാരണം അള്ളാഹ് ആരാന്നാണ് പറഞ്ഞു തരാണ്. ആ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ആ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോവാണ് നമ്മൾ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വല്ലാത്തൊരായത്താണ്. നിങ്ങൾ മത്സരിച്ച് മുന്നേറുന്നതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അവിടെ അള്ളാഹ്ന്നും കൂടിയല്ല, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സൃഷ്ടിച്ച് ഘട്ടം ഘട്ടമായി നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന, നിങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നിങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുന്ന നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങൂ. എന്താണ്? നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. പിന്നെ ജന്നത്തിൻ സ്വർഗ്ഗപ്പൂന്തോപ്പിലേക്ക്. ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുവിന്നാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട. അപ്പോൾ ആരാണ് ആ മുത്തഖി? അത് കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന. അള്ളാഹു പ്രവാചകന്മാരിലൂടെ ചില വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം അത് വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. ഇത് രാത്രിയാണെന്ന് പറയാൻ ഇവിടെ നബി വരേണ്ട ആവശ്യമില്ല. ഉണ്ടോ? നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനുമാണ് അമ്പിയാക്കന്മാർ വന്നത്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അത് പറയാനാണ് അമ്പിയാക്കന്മാർ വന്നത്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഒരു യൗമുൽ ഖിയാമയുണ്ട്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഏതൊരു നന്മയും, നമ്മുടെ ജീവിതത്തിലെ ബാധിക്കുന്ന ഏതൊരു പ്രയാസവും തിന്മയും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഖൈറും ഷർറും അള്ളാഹ്. ഇത് പ്രത്യേകം ഊന്നി പറയാനുള്ള കാരണം എന്താ അറിയോ? എല്ലാവരും പറയും പടച്ചോൻ ഏകനാണ്. ഇതിലൊന്നൊരു അഭിപ്രായ വ്യത്യാസം ഒരു മതങ്ങൾക്കിടയിലുള്ള ഏകനായ സൃഷ്ടാവ്, ഏകനായ ദൈവം, ഇതൊക്കെ ഇവിടെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം എവിടെയെന്ന് അറിയുന്നത്? പ്രശ്നം ജീവിതത്തിലൊരു പ്രയാസം വരുമ്പം അത് നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ആരാധന വഴി മാറിപ്പോകുന്നത്. അവിടെ പടച്ചോനെ മറക്കാണ്. പടച്ചോനോട് എത്ര ചോദിച്ചു, കിട്ടിയില്ല. അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരു തങ്ങളുണ്ട്, അവിടെ ഒരു സിദ്ധനുണ്ട്, അവിടെ പോയാൽ അതിൻ്റെ ബർക്കത്തുകൊണ്ട് അതിൻ്റെ ഇതുകൊണ്ട് കിട്ടും, അവിടെ സേവ നടത്തിയാൽ കിട്ടും, അവിടെ ഒരു ബലിയിട്ടാൽ കിട്ടും എന്നുള്ള വിശ്വാസം. ഈ പ്രയാസം മാറിക്കിട്ടാൻ എന്താ ചെയ്യുക? ഇന്ന സ്ഥലത്ത് പോയിട്ടൊരു വഴിപാട് കൊടുക്കണം. അങ്ങനെയാണ് ജീവിതത്തിൽ ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കാര്യത്തിനു വേണ്ടിയാണ് അള്ളാഹു അല്ലാത്ത റൂട്ടിലേക്ക് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് അതാണ് വിശ്വാസകാര്യം. അതാണ് ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്. നമ്മളെ ജീവിതത്തിൽ ബാധിച്ച ഏതൊരു തിന്മയെയും ഇല്ലാതാക്കാൻ അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മളെ ജീവിതത്തിലെ പ്രയാസമുണ്ട്, അത് മാറ്റണം. നമ്മുടെ ജീവിതത്തിലേക്കൊരു നന്മ വരണമെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് വിശ്വാസമായ കാര്യം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഈ അള്ളാഹുവിൻ്റെ അടുത്തിൽ സ്വീകാര്യമായ മതം എന്നുള്ളത് ഈ ഇസ്ലാം എന്ന മതമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞൊരു അറബി പേര് മാത്രമേ ഉള്ളൂ. സൃഷ്ടാവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് സമാധാനമടയുക. സൃഷ്ടാവിലേക്ക് പൂർണ്ണമായി എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗത്തിലൂടെ. പ്രവാചകന്മാർ വന്നത് അതിനാണ്. പ്രവാചകന്മാരെ അനുസരിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ വന്ന അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ആ നബിയെ നബിയായി അംഗീകരിക്കുക. അതിനെന്താ ഒരു വിഷമുള്ളത്? നിങ്ങൾ നോക്കി, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്ന ആളുകൾ നമ്മളെപ്പറ്റി പറയാം. എന്താ അപ്പം അയാളെ കോലം, അയാളെ താടി കണ്ടോ, അയാളെ വസ്ത്രം കണ്ടോ? ഇപ്പോൾ പലപ്പോഴും എന്നോട് തന്നെ പറയണ്ട്, എൻ്റെ പാൻറ്റും കുപ്പായൊക്കെ കണ്ടാൽ നിങ്ങളെന്താ സ്കൂളിലിട്ട് ആ പയ്യ പാൻറ്റ് ഇട്ട് കണ്ടാൽ വന്നു ചോദിച്ചു. അത് ഇട്ടുകട എപ്പോഴും നടക്കണോ ചോദിച്ചു. നിങ്ങൾക്കൊന്നും അന്തം വെച്ചിട്ടില്ലേ? എന്താ നിങ്ങളെ താടിയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തൊന്ന് ചൊറുക്കാക്കി കൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതല്ലേ ചൊറുക്ക് അല്ലേ? എന്താണ് ചൊറുക്ക് പറഞ്ഞാൽ? ഭംഗി പറഞ്ഞാൽ എന്താണ്? നമ്മൾ തീരുമാനിക്കണമല്ലേ. ഓരോരുത്തരിപ്പോൾ നാളെ ഷേവ് ചെയ്യലാണ് ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഭംഗിയാകുമോ? അതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കണമാണ്. അതാണ് ഇവിടെ ആളുകൾ ഫ്രെയിമിടാണ്. ഭംഗി എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്ത് ക്ലീൻ ഷേവാണ് ഭംഗി. അല്ല,
നാച്ചുറൽ. ഇപ്പം എന്താ ഇപ്പോൾ കുറേ ആൾക്കാർ പണ്ടെന്ന് താടി വെക്കാത്ത ആൾക്കാർ, നമ്മൾ താടി വെച്ച ആൾക്കാരെ കാണൽ വളരെ. ഇപ്പോൾ എല്ലാ ട്രെൻഡാണ്, ചെക്കന്മാരൊക്കെ താടിയാണ്, എല്ലാ ചെക്കന്മാരും വലിയ താടിയാകുമ്പോൾ. പക്ഷെ എന്താണ്, താടിൻ്റെ ഇവിടെ ചെറിയൊരു ബട്ടൺസ് ഇട്ടുണ്ടാവും, ഇവിടെ ഒരു കടുക്കട്ടുണ്ടാവും, മീശ ഒന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായിട്ട് പറഞ്ഞത്. അത് വിശ്വാസിൻ്റെ താടി കണ്ടാൽ മനസ്സിലാവും അല്ലേ. അവൻ്റെ മീശ അവൻ്റെ ചുണ്ടുമൊക്കെ ഇറങ്ങൂല, അതവിടെ മുറിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മീശ ചെറുതാക്കണം, താടി വളർത്തണം എന്നാണ്. അപ്പോൾ അതെന്താ, അത് അള്ളാഹുവിൻ്റെ റസൂലിനനുസരിച്ച്. എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കി, ഇവിടെ എത്രയോ ആളുകൾ, എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഒരു മനുഷ്യനെ ഇവിടെ സ്നേഹിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ്. ഒരാളുകൾ, നമ്മൾ എത്ര ലോകത്ത് എത്ര ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അവർക്കൊക്കെ അവരെ നേതാവിൻ്റെ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ഒരു സൗണ്ട് ഉണ്ട്, എല്ലാം അതന്നെ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പം ഒരു ഫോട്ടോ അല്ല, ഒരു ഫോട്ടോ നമ്മളെ ഫോണിലില്ല, നമ്മളെ മനസ്സിലില്ല, ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മളെ മനസ്സിലേക്കൊരു രൂപം പോലും വരുന്നില്ല. എന്നിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പം നമ്മളെ ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന മറ്റെന്തിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ്. ഒരാൾക്ക് എങ്ങനെ സാധിക്കുക? ചരിത്രത്തിൽ അങ്ങനെ ഒരു തുല്യതല്ല, ഒരാൾക്കും അങ്ങനെ കഴിയില്ല. ഒരാളെ ഫോട്ടോ ഒന്നുമില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്കത് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. അതാണ് വിശ്വാസം. ആ വിശ്വാസം എന്നത് ആ റസൂലിനെ പിൻപറ്റിയാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ വെറും അള്ളാഹ് റസൂൽ എന്ന് പറഞ്ഞ സ്റ്റിക്കർ എഴുതിയൊക്കെയല്ല, അള്ളാഹു മുഹമ്മദ് എന്ന് പറഞ്ഞ് 2 പാത്രത്തിൽ പേരെഴുതിക്കാണ്ട് നമ്മളെ റിസപ്ഷൻ റൂമിൽ വെച്ചൊക്കെയല്ല, നമ്മളെ കാറിൽ തൂക്കിയിട്ടൊക്കെയല്ല. നമ്മളെ സ്നേഹമെന്ന് പറയുന്നത് മനസ്സിലാണ്. നമ്മളെ സ്നേഹമെന്ന് പറയുന്നത് ആ റസൂലിനെ അനുസരിക്കലാണ്. ഞാൻ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കും, ഞാൻ താടി വളർത്തും, ഞാൻ മീശ വെട്ടും, ഞാൻ എൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലായിരിക്കും, ഞാൻ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കും, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറും. അതാണ് ഞാൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനെ ഞാൻ അനുസരിക്കുന്നുണ്ട്, ആ പ്രവാചകനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ ലോകത്ത്. ഒരു നേതാവും ഈ തരത്തിൽ സ്നേഹിക്കപ്പെടുന്നില്ല, ഒരു നേതാവും ഇത്തരത്തിൽ ഫോളോ ചെയ്യപ്പെടുന്നില്ല. ഒക്കെ ഒരു ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഒരു ഫോട്ടോ ഒട്ടിച്ചൊക്കെ മാത്രമേ പറ്റുള്ളൂ. ഞാനും അതിൻ്റെ ഫാൻസാണെന്നേ പറയുള്ളൂ. പക്ഷേ ആ പ്രവാചകനെ ജീവിതം കൊണ്ട് അനുധാവനം ചെയ്യുക എന്നത്, അതുകൊണ്ടാണ് ആ പ്രവാചകനാണെന്ന് പറയുന്നത്. നിങ്ങൾ ചരിത്രത്തിൽ വേറൊരാളെയും നമുക്കങ്ങനെ കാണാൻ സാധ്യമല്ല. ഈ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ നോക്കി, അത് അല്ലാഹുവിൽ നിന്നുള്ള വേദഗ്രന്ഥം നമുക്ക് ഓതിത്തന്നു. 6-ാം നൂറ്റാണ്ടിൽ വന്ന ഒരു പ്രവാചകൻ 23 വർഷം കൊണ്ട്, ഞാനത് പറയാൻ കാരണം എന്താ പറയുക, അഫീഫുൽ കിന്ദി എന്ന് പറഞ്ഞ ഒരു സഹാബി, മദീന കാലഘട്ടത്തിലാണ് അദ്ദേഹം മുസ്ലിമാകുന്നത്. മദീന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മക്ക കാലഘട്ടത്തിലെ ചരിത്രം, അതായത് അദ്ദേഹത്തിൻ്റെ പഴയൊരു ചരിത്രം പറയുന്നുണ്ട്. നബിൻ്റെ സീറയിൽ ഇബ്നു ഹിഷാം നബിൻ്റെ സീറ പറയുന്നിടത്ത് ഈ ചരിത്രം പറയുന്നുണ്ട്. ഇബ്നു ഇസാഖിൻ്റെ സീറയിലൊക്കെ ഈ സീറയിൽ കാണാം ആ ചരിത്രം. അഫീഫുൽ കിന്ദി പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം മദീന കാലഘട്ടത്തിൽ വിശ്വാസിയായ മുസ്ലിമായ ഒരു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ കൂട്ടുകാരനായിരുന്നു കച്ചവടത്തിൽ. അപ്പം മക്കയിലേക്ക് അബ്ബാസിനെ കാണാൻ വേണ്ടി വരും. അന്നങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനമൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ അബ്ബാസിനെ കാണാൻ മക്കയിൽ വന്നൊക്കെ അബ്ബാസ് വീട്ടിലില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കാബൻ്റെ പരിസരത്തുണ്ടാവും, അവിടെയൊക്കെ മുപ്പരുണ്ടാവും, അവിടെ ഫുൾ ടൈം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കാബൻ്റെ ഭാഗത്തേക്ക് അബ്ബാസ് റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം ആയിട്ടില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ അവിടെ കുറച്ച് ദൂരെ ഒരു പാറപ്പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം ആ കാബൻ്റെ പരിസരത്തേക്ക് 3 ആളുകൾ വന്നു. നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും കൂടി അങ്ങോട്ട് വന്നു എന്നാണ്. അപ്പോൾ ഈ അഫീഫുൽ കിന്ദി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കണ്, ആരാണത്? അത് എൻ്റെ ഒരു സഹോദരനുണ്ട് മരിച്ചുപോയ അബ്ദുള്ള, ഓൻ്റെ മോനാണ് മുഹമ്മദ്. അപ്പോൾ ആ കൂടെയുള്ള സ്ത്രീ ആരാണ്? അത് ഓൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഓൻ്റെ ഭാര്യ ഖദീജയാണ്, ഓൻ്റെ ഭാര്യയാണ് ഖദീജ. ആ കുട്ടി ആരാണ് ചോദിച്ചു. ആ കുട്ടി എൻ്റെ വേറൊരു സഹോദരൻ അബൂ താലിബ് ഉണ്ട്, അവൻ്റെ മകൻ അലിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ബാസ് പറയാണ്, ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്, നമ്മൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാൻ പാടില്ല. ലാത്തനെയും മനാത്തനെയൊന്നും
ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണോ പറയുന്നത്? വല്ലാഹി, അബ്ബാസ് പറയണത് വല്ലാഹി ഓല് 3 ആൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വേറെ ഒരാളി ഓൽക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ലോകത്ത് കഅബൻ്റെ അടുത്ത് നടന്ന ഒരു വർത്താനാണ്. 1440 കൊല്ലം മുമ്പ്, 1440 കൊല്ലം മുമ്പ് പറഞ്ഞൊരു ഡയലോഗാണ്. ഓൽക്ക് ആകെ ഇപ്പം 3 ആളുള്ളൂ. ഇന്ന് നോക്കി സഹോദരങ്ങളെ, 180 കോടി കഴിഞ്ഞു മുസ്ലിം ജനസംഖ്യ. 200 കോടിൻ്റെ അടുത്തെത്താനായി. ആ 3 ആളിൽ നിന്ന് 200 കോടിയിലേക്ക് എത്തിയ മുസ്ലിം ജനസംഖ്യ. എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ ഒരു 3 ആളിൽ നിന്ന് ഈ 180-200 കോടി ആളുകൾ ഉണ്ടായത്? എങ്ങനെയാണ്? വെറുതെ ഉണ്ടായതാണോ? ഒരു 3 ആളിൽ നിന്ന് 180 കോടി 200 കോടിയിലേക്ക് ഈ ആദർശം എത്തിയിട്ടുണ്ടെങ്കിൽ ആ ആദർശത്തിൻ്റെ കഴിവാണത്. അത് അല്ലാഹുവിൻ്റെ കഴിവാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്തു ജുമുഅയിൽ അള്ളാഹു 2ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കണം എങ്ങനെയാണ് 23 വർഷത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മക്കയിലെ ജീവിതത്തിൽ ഇത്രയും അധികം ആളുകൾ എങ്ങനെയാണ് മാറിയത്, ആ മാറ്റത്തിൻ്റെ കാരണം അതെങ്ങനെയാണ് എന്നാണ്. അത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കഴിവല്ല, അത് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകനെ അവർക്കിടയിൽ നിന്ന് എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകനെ അവർക്കിടയിൽ നിന്ന് അവരിലേക്ക് നിയോഗിതനാക്കിയ ആ തെരഞ്ഞെടുത്ത അള്ളാഹു കേട്ടോ. ആ പ്രവാചകൻ അവർക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവരെ കിതാബ് പഠിപ്പിച്ചു എന്നാണ്, ഹിക്മത്ത് പഠിപ്പിച്ചു എന്നാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു എന്നാണ്. അവരെന്തൊക്കെയോ തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന ആളുകളെ ഏറ്റവും നല്ല ആളുകളാക്കി 23 വർഷം കൊണ്ട് ആ മാറ്റമുണ്ടാക്കിയത് എങ്ങനെയാണ്? അവരെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിപ്പിച്ചു എന്നാണ്. അത് റസൂൽ അവർക്ക് ഓതിക്കൊടുത്തു. യത്ലൂ അലൈഹി എന്നാണ്, തിലാവത്ത് നടത്തി എന്നാണ്. പിന്നെ വയുഅല്ലിമുഹും, അവരെ പഠിപ്പിച്ചു എന്നാണ്. പഠിപ്പിച്ചു, കിതാബ് അങ്ങോട്ട് ഓതിക്കൊടുത്ത് ജീവിതത്തിലൂടെ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചേക്കാണ്. എന്നിട്ടോ ഹിക്മത്തും പഠിപ്പിച്ചു. എന്താണത്? ആ 23 വർഷത്തെ അതിൻ്റെ പൂരകമായി വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന ആ ഹദീസുകളൊക്കെ അവരെ പഠിപ്പിക്കുകയാണ്. നബി ഇങ്ങനെയായിരുന്നു, നബി അങ്ങനെയായിരുന്നു, നബി ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്യാൻ പറഞ്ഞു എന്ന് എത്രയെത്ര ഹദീസുകൾ, സഹീഹായ ഹദീസുകൾ 1400 വർഷം ഇപ്പുറവും നമ്മൾ കാണുകയാണ്, അനുഭവിക്കുകയാണ്. ആ ദീനാണ് ഇന്നും വള്ളി പുള്ളി മാറ്റമില്ലാതെ നമ്മുടെ മുമ്പിലുള്ള ദീൻ. ഇമാം മാലിക് പറഞ്ഞതുപോലെ ആ ആളുകൾ എന്തൊന്നുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മളും മാറുക. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ചിന്ത, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, അത് വളരെ വൈകി നമ്മൾ മരണം നിശ്ചയമായി നമ്മളെ ക്യാൻസറാണ് എന്ന റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നതിൻ്റെ മുമ്പ് ആ ഒരു ചിന്തയിലേക്ക് എത്തി ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ നമുക്ക് സാധിക്കണം. എത്രയോ സെക്കൻഡുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി. ഓരോ സെക്കൻഡിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ആയുസ്സിന് 1 മാസമുള്ളൂ, അല്ലെങ്കിൽ 6 മാസമേ ജീവിക്കൂ, നിങ്ങളെ ക്യാൻസർ ലിവറിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളോട് പറയപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയും ഒരു സെക്കൻഡിൻ്റെ വില എത്രയായിരുന്നു, നമ്മൾ നഷ്ടപ്പെടുത്തിയ ജീവിതത്തിൻ്റെ വില എത്രയാണെന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ നോക്കി, ഒരു ഹദീസിൽ കാണാം, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരു ഖബറിനരികിലൂടെ, ദുഫിന ഹദീസ് എന്നാണ്, വളരെ വളരെ റീസെൻ്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ എന്താ, നമുക്കിപ്പോൾ നമ്മളെ ഖബർസ്ഥാനിൽ നമ്മൾ കണ്ടറിയാം. ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നോ മറവ് ചെയ്ത ഖബർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഇന്നലെ കുത്തി, ഇന്നലെ അല്ലെങ്കിൽ മിഞ്ഞാന്ന്, ഇപ്പോൾ പുതിയൊരു ഖബറാണെന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ഖബറിൻ്റെ അടിയിലൂടെ അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ഈ ഖബറിൻ്റെ ഉള്ളിലുള്ള, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ആഗ്രഹിക്കുന്നത് 2, ഈ ദുനിയാവിലെ മുഴുവൻ ഈ ദുനിയാവിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമാണ്. റക്അത്താനി ഖഫീഫത്താനി, ഏറ്റവും ലഘുവായ 2 റക്അത്ത് നമസ്കാരം.
നോക്കി, ഏറ്റവും ലഘുവായ 2 റക്അത്താണ് അതാ. നമ്മൾ പള്ളിക്കൊക്കെ കയറിയിട്ട് വെറും ഫാത്തിഹ ഓതി വളരെ സ്പീഡിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് 1.5 മിനിറ്റ് കൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന ഒരു 2 റക്അത്ത് നമസ്കാരമുണ്ട്. അതിന് എത്ര സമയം വേണം? ഒരു 1.5-2 മിനിറ്റ് മാക്സിമം. നമ്മൾ ഫാത്തിഹയൊക്കെ സ്പീഡിൽ ഓതി നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതിന് 2 മിനിറ്റ് മതി മാക്സിമം. ആ ഒരു 2 റക്അത്ത് നമസ്കാരമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ഈ ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അയാൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ അയാൾക്കിഞ്ഞി ഒരു കാര്യമില്ല മനസ്സിലായിട്ട്. അയാൾക്കിഞ്ഞി ഭൂമിയിലേക്ക് തിരിച്ചു വരാനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞ എന്തിനാരോ? നമ്മളത് മനസ്സിലാക്കാനാണ്. ഈ വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് അള്ളാഹിൻ്റെ കാരുണ്യങ്ങൾ നോക്കണം. എത്രയോ സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. എന്താണ്? കബറാളികളും സ്വർഗാവകാശികളും സ്വർഗത്തിലുള്ള ആളുകളും നരകത്തിലുള്ള ആളുകളും തമ്മിലുള്ള സംസാരം. നിങ്ങളെന്താ നരകത്തിൽ വരാൻ കാരണം? ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ ഈ മരണത്തിന് ഒരു ശേഷം ഒരു വിചാരണയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊന്നും നടന്നതല്ല സഹോദരങ്ങളെ. ഇതൊക്കെ നടക്കാനിരിക്കുന്ന ഡയലോഗാണ്. ഇതൊക്കെ വരാൻ പോണ കാര്യങ്ങളാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്, ഈ ആയുസ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിൻ്റെ റസൂൽ ആ ഖബറിനരികിലൂടെ നടന്നു പോയപ്പോൾ എന്താ പറഞ്ഞത്? ഈ ഖബറാളിപ്പോൾ ആഗ്രഹിക്കണം എന്താ അറിയോ? ഏറ്റവും ബാക്കിയുള്ള നിങ്ങളുടെ ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണെന്നാണ്. അത് അയാൾക്ക് തിരിച്ചറിഞ്ഞ അയാൾ. പക്ഷെ അയാൾക്ക് ഇനി നിസ്കരിക്കാൻ പറ്റൂല. അയാളുടെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്തിക്കണ്, ഫ്രീസ് ചെയ്തിക്കണ്. അയാൾക്ക് ഇനി മക്കൾ വല്ല ചെയ്തത് മാത്രമേ അയാളെ ഖബറിലേക്ക് വരുള്ളൂ. അയാൾ എന്തെങ്കിലും വല്ല നന്മകൾ ജാരിയായ സ്വതക്കകൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെത് അയാളെ ഖബറിലേക്ക് വരും. അയാൾ ആർക്കെങ്കിലും വല്ല അറിവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് ആരെങ്കിലും അമൽ ചെയ്താൽ അതും ഞാൻ ഖബറിലേക്ക് വരുള്ളൂ. ബാക്കിയൊന്നും ഇനി വരാനില്ല. ഒക്കെ ക്ലോസ് ആയി പോയിക്കണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ആയുസ് ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഇതെപ്പോഴാണ് അവസാനിക്കുക, ഏത് നിമിഷമാണ് ഇതിന് പൂട്ടുമൂകുക എന്ന് നമ്മൾക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ആയുസ്സിനെ കാണാം. എത്രയോ ആളുകൾ ഫോണിൽ നോക്കി ഒരു ആയത്ത് പോലും ഒരു ദിവസം ഓതുന്നില്ല. ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ട്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ചോദിച്ചു നോക്കി നിങ്ങൾ, ആളുകൾ ആത്മാർത്ഥമായിട്ട് ഒരു പേജ് ഖുർആൻ ഓതിയിട്ട് കാലത്രായി. പക്ഷേ ഓലെ സ്ക്രീൻ ടൈമൊക്കെ നോക്കിയാൽ മതി. എത്ര സമയമാണ് യൂട്യൂബ് കാണുന്നത്, റീൽസ് കാണുന്നത്. റീൽസൊക്കെ സഹോദരങ്ങളെ നോക്കിയോ, ഓരോ റീൽസും പറഞ്ഞാൽ മേലക്ക് ഇങ്ങനെ തട്ടി വിടുക ചെയ്യുക. ഒരു റീൽസ് കണ്ട അതേപോലത്തെ അടുത്ത താഴത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാണും, ഒരേപോലത്തെ സാധനങ്ങൾ. അത് നമ്മളെ ബ്രെയിൻ അനലൈസ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി യൂട്യൂബുകളും എല്ലാ സൈറ്റുകളും നമ്മളങ്ങനെയാണ് നമ്മളെ പഠിച്ചു കഴിഞ്ഞു. ഓരോരുത്തരുടെയും ട്രെൻഡ് എന്താണ്, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് ഓരോരു കാണുന്ന കാര്യങ്ങൾ വെച്ചാൽ മനസ്സിലാവും. കോമഡി കാണുന്ന ആൾക്കാർക്ക് കോമഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വയൽ കാണുന്ന ആൾക്കാർക്ക് വയലിങ്ങനെ പുതിയ വന്നുകൊണ്ടിരിക്കും. എന്താണോ കാണുന്നത് അതാണ് പിന്നെ വരിക. അപ്പം ഇങ്ങനെ ഈ റീൽസും ഈ കോമഡികളൊക്കെ കണ്ട് എത്രയോ സമയം നഷ്ടപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ജീവിതം സീരിയസ് ആണ് എന്ന് പല ആളുകളും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ജീവിതത്തെ കാണണം. ഇത് ചെറിയൊരായുസ് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് അള്ളാഹുവിലേക്ക് നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുക? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം നിങ്ങൾ നോക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 13 വർഷം അവരെ പഠിപ്പിച്ചതാണ്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ. അമ്മ ജുസും തബാറക്ക ജുസൊക്കെ മുഴുവൻ മക്കിയായ സൂറത്താണ്. മക്കയിലിറങ്ങിയ സൂറത്തുകളാണ്. മദീനയിലേക്ക് പോണതിന് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളാണ്. ആ സൂറത്തുകളൊക്കെ എടുത്ത് നോക്കി. അതിലൊക്കെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണ്. തബാറക്ക മുതലുകൾ ഓരോ സൂറത്തൊന്ന് പോയിട്ട് നോക്കണ്ടി. എത്ര സ്ഥലത്താണ് മരണത്തിന് ശേഷം ജീവിതമുണ്ട്. നരകത്തെപ്പറ്റി പറയണത്, സ്വർഗത്തെപ്പറ്റി പറയണത്, വിചാരണത്തെ പറ്റി പറയണത് എന്തിനാണ്? ഈ ഒരു ബോധം ഉണ്ടാകാനാണ്. ഈ മരണത്തിന് ശേഷം വീണ്ടും നമ്മൾ ജീവിപ്പിക്കപ്പെടുമെന്നുള്ളത്. ഈ ഒരു മരണത്തിന് ശേഷം നമ്മൾ ജീവിപ്പിക്കപ്പെടുമെന്നും ഈ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതം ഉണ്ടാക്കിയത്. അത് വളരെ സീരിയസ് ആണ്. ഈ ജീവിതം പരീക്ഷണാണ്. വലനബുലുവന്നക്കും മിൻ ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. സൂറത്ത് ബഖറയിലെ ആയത്താണ്. നമ്മുടെ ജീവിതത്തിൽ കൊത്തിവെക്കേണ്ട ആയത്താണ്. പലപ്പോഴും ആളുകൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പേടി, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ജീവിതത്തിൽ ബാധിക്കുന്ന കുറേ പ്രയാസങ്ങൾ അത് വരുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക? ആളുകളുടെ വിശ്വാസം ആകെ ക്ഷയിക്കുക.
ഒരു വിശ്വാസി പ്രയാസപ്പെടേണ്ടവനല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും ചെറിയൊരു വിഷമം മനസ്സിക്ക് വരുമ്പം പ്രയാസപ്പെടേണ്ടവനല്ലൊരു വിശ്വാസി. അജബല്ലി അംറിൽ മുഅ്മിൻ എന്നാണ്. മുഅ്മിനിൻ്റെ കാര്യം എന്ത് അത്ഭുതമാണെന്നാണ്. ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ്. അയാളെ ഒരു പ്രയാസം ബാധിച്ചാൽ അയാൾ ക്ഷമിക്കുന്നതാണ്. അപ്പോൾ അയാൾക്കൊരു കൂലിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മുള്ള് തറച്ചാൽ പോലും നമുക്കൊരു പ്രതിഫലം ഉണ്ട് എന്നാണ്. ഒരു മുള്ള് എപ്പോഴാണ് നമ്മളെ മുള്ള് തറക്കുക? എത്ര ആൾക്കാരെപ്പോഴെ മുള്ള് തറച്ചിക്കണ്? മുള്ള് തറക്കാറിനാൽ അത് വളരെ ലളിതമായ, പണ്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ചെരുപ്പിടാതെ ഇത്രയൊന്നും ഇൻ്റർലോക്കിംഗ് ടൈൽസും ഇത്രയൊന്നും നഗരവൽക്കരിക്കപ്പെടാത്തൊരു കാലത്താണ്. അന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുള്ളുത്തും. ഇന്നിപ്പോൾ ആർക്കാ മുള്ളുത്തലില്ല? നിങ്ങൾക്ക് ആർക്കെങ്കിലും അടുത്ത് മുള്ളുത്തിക്കണോ? മുള്ളുത്തലില്ലപ്പോൾ. പക്ഷെ മുള്ളു കുത്തുക എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ കാലത്ത് വളരെ കോമൺ ആണ്, മുള്ളുത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മുള്ളു കുത്തുമ്പോഴുള്ള ചെറിയൊരു വേദന. ഇന്നിപ്പോൾ എന്താ വേദന? ഇന്നിപ്പോൾ നമ്മൾ നല്ല വെള്ളക്കുപ്പായിട്ട് ഇറങ്ങി. അപ്പോൾ എന്താ നമ്മൾ നല്ലൊരു കറിയും ഒരു ചോറൊക്കെ നിന്നപ്പോൾ ആ മഞ്ഞ കളറ് ഇങ്ങനെ ഷർട്ടുമായി. ഇന്നും നിങ്ങൾ ഷർട്ട് എന്നും തന്നെ നിങ്ങളോട് ഷർട്ട് അയച്ചാണ് ഭക്ഷണം അയച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല. എന്നും അയിമ്പോൾ കറിയാക്കും. അല്ലെങ്കിൽ ആ ബിരിയാണിയിലെ ആ ചുവന്ന അച്ചാറ് താടിമ കൂടെ ആണ്. അപ്പോൾ ഒരു വിഷമാണ്. നല്ലൊരു പുതിയ വെള്ള ഷർട്ട് ഇട്ട് കണ്ട് അതിൽ മഞ്ഞക്കറിയായി നമുക്കൊരു ഇടങ്ങേറാണ്. അല്ല, നമ്മൾ പുതിയ ഒരു ഫോൺ വാങ്ങി ഒരു കൂട്ടി 10-25,000 റുപ്യ ഒരു കൂട്ടി അവസാനം ഒരു ഫോൺ വാങ്ങി. അത് നമ്മൾ നാളെ സ്ക്രീൻ ഗാർഡ് ഇടാൻ വിചാരിച്ച് നോക്കി, അത് നിലത്തുനിന്ന് ചാടി ഒരു വര മൂന്ന്. എന്തോ ഒരു സങ്കടങ്ങൾ നോക്കി. സങ്കടം തന്നെ. അത് ഒരു കൂട്ടി വാങ്ങിയവനെ വിഷമം അറിയുള്ളൂ. ആ വിഷമത്തിന് കൂലിണ്ടെന്നാണ് പഠിച്ചവൻ പറഞ്ഞത്. അതാ പറഞ്ഞത് മുള്ളു തറക്കറിഞ്ഞാൽ നിങ്ങളെ ഷർട്ടിൻ്റെ വെള്ള ഷർട്ടിക്കായ ഒരു മഞ്ഞക്കറി അത് നിങ്ങളെ മനസ്സിൽ ചെറിയൊരു വിഷമം ഉണ്ടാക്കിയെങ്കിൽ അതിന് നിങ്ങൾക്ക് പടച്ചോൻ കൂലി തരും. അത് ഭയങ്കര അത്ഭുതമാണ്. ആ കൂലി ആഗ്രഹിക്കണം. പടച്ചോനെ അത് കൊണ്ടട്ടോ, ആ പ്രതിഫലം നഷ്ടപ്പെടുത്തല്ലേ. ഉള്ളിൽ നിന്ന് വരണ ആ തേട്ടം, അത്രയും പടച്ചോനായിട്ട് നമുക്കൊരു സ്നേഹം വേണം. ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും സഹാബികൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. ഒരു ചെരുപ്പിൻ്റെ വാറ് പൊളിപ്പോൾ ചെരുപ്പിൻ്റെ വാറ് പറഞ്ഞാൽ തന്നെ പുതിയ ചെക്കന്മാർക്കൊന്നും അറിയില്ല. പണ്ടൊക്കെ നമ്മളൊരു VKസിൻ്റെ ഒരു ചെരുപ്പ് ഉണ്ടാവും, തേഞ്ഞൊരു ചെരുപ്പ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 സ്റ്റെപ്പ് വെച്ചാൽ വാറ് വിടും. പിന്നെ നമ്മൾ വിരലോണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും. അതിനൊക്കെ ഇപ്പോൾ പടച്ചോൻ വിളിച്ചണോ? തള്ള വിരലോണ്ടാണ് തള്ളിയാൽ പോരെ. പക്ഷെ എന്തിനാ പടച്ചോനോട് പറയണമെന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ബന്ധമാണ്. നമ്മളെന്ത് വിഷമം നമ്മൾ പടച്ചോനോട് പറയുമ്പം നമ്മളും പടച്ചോനും തമ്മിൽ വല്ലാത്തൊരു ബന്ധം ഉണ്ടാവും. കാരണം എന്താ? പടപ്പുകളോട് പറഞ്ഞിട്ട് കിട്ടാത്തൊരു സുഖം പടച്ചോനോട് പറഞ്ഞാൽ കിട്ടും. കാരണം എന്താ അറിയോ? പടച്ചോൻ അത്രയും നമ്മളെ കണ്ടനാടിയേക്കാൾ നമ്മളോട് അടുത്തവനാണ്. നമ്മളെ പ്രശ്നങ്ങൾ അറിയുന്നവനാണ്. ചോദിക്കുന്നവനെ പടച്ചോനിക്ക് ഇഷ്ടമാണ്. ഇത് ഇബാദത്താണ്. പ്രാർത്ഥന ദുആ അത് ഇബാദത്താണ്. അത് എന്ത് പ്രാർത്ഥനയാണെങ്കിലും, ദുന്യാവിൻ്റെ കാര്യമാണെങ്കിലും. നമ്മളെ ചെറിയ LKGക്ക് പോണ കുട്ടിക്ക് നമ്മൾ നഴ്സറിക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നാളെ പാടാൻ വേണ്ടിയിട്ട്. അത് സഹോദരങ്ങളെ, എൻ്റെ കുട്ടിക്കത് പാടാൻ തൗഫീക്ക് ഉണ്ടാകണേ എന്ന് ദുആർന്ന അതിനൊരു കൂലിയുണ്ട്. അത് ഇബാദത്താണ്. നാളെ ഇനി കുട്ടിക്ക് പാടാൻ കിട്ടിയില്ല, കുട്ടി സ്റ്റേജിൽ വന്നാണ്ട് നൊളോളിച്ച് പോന്ന് വിചാരിച്ചോളി. നമുക്ക് വിഷമമുണ്ടായി. എത്ര ഈസി നമ്മളിന്ന് പഠിപ്പിച്ചതാണ്. എന്താ പടച്ചോനെ, അതിനൊരു കൂലിയുണ്ട്. ആ വിഷമത്തിനും പടച്ചോനൊരു കൂലി തരും. നമ്മൾ പ്രാർത്ഥിച്ചതിന് കൂലി കിട്ടും. എന്തിനും ഏതിനും നിരന്തരം പടച്ചോനോട് പ്രാർത്ഥിക്കണം. പടച്ചോ, ഇതൊരു പരീക്ഷണമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ചെറുതും വലുതും എല്ലാ കാര്യവും നോക്കി. വലനബുലുവന്നക്കും, അല്ലാഹു പറയുന്നത് വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇം മിനൽ ഖൗഫി, പേടികളിൽ ചിലതിനെ കൊണ്ട്. ഒരു പേടി, അത് പേടി ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ചില ന്യൂസൊക്കെ ആണ്, ഗൾഫിൽ സ്കൂൾ ബസ്സിൽ കുട്ടീനെ പൂട്ടി, കുട്ടി മരിച്ചു എന്ന്. ഇത് ആ ക്ലീനർ കുട്ടീനെ ഇറക്കാൻ മറന്നു, അങ്ങനെ കുട്ടി വണ്ടിയിലുള്ളിൽ കുടുങ്ങി മരിച്ചു. എത്രയോ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്ന് നമ്മളെ പെണ്ണുങ്ങൾ പറയുന്നത് നോക്കി, കുട്ടി പോയിന്, രാവിലെ ഉറക്കം വന്നിട്ടാണ് പോയത്, അതാ ബാക്കത്തെ സീറ്റിലേറ്റ് കടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചാൽ ഇറങ്ങിക്കണമെന്ന് ചോദിച്ചാളി. അതെന്താ? ഒരു പേടിയാണ്. പേടി വെറുതെ പേടിച്ചാൽ അതൊരു പരീക്ഷണമാണ്. വലനബുലുവൻ, നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. വൽജൂഇ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുക. ഈ ആയത്ത് ഓതി ഞാൻ എപ്പോഴും ആലോചിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുക. എനിക്കതുവരെ ഒരു പരീക്ഷണം ജീവിതത്തിൽ വിശപ്പ് കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും വിശപ്പ് കൊണ്ട് പരീക്ഷണം ഉണ്ടായിക്കണോ? ഒരു പട്ടിണി കിടന്നിട്ട് തിന്നാൻ കിട്ടാതെ ഇവിടെ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടുക്കണോ? എൻ്റെ ഓർമ്മയിൽ ഞാൻ പരീക്ഷിക്കില്ല. എൻ്റെ വാപ്പയൊക്കെ പണ്ട് പറയുന്നു, ഓരോ ചെറുപ്പത്തിലൊക്കെ തിന്നാൻ കിട്ടാതായിരുന്നു, മദ്രസക്ക് പോയപ്പം തേങ്ങൻ്റെ വെള്ളം കുടിച്ച് പോയിരുന്നു, ചക്കച്ചോള തിന്ന് പോയിരുന്നു എന്നൊക്കെ കേൾക്കാം. ഇവിടെ എന്ത് തിന്നണം എന്നല്ല കൺഫ്യൂഷനുള്ളൂ. പൊറാട്ടമാണോ, കപ്സമാണോ, മന്തിമാണോ, നീളുള്ള അരിമാണോ, ചെറിയ അരിമാണോ? അല്ലാതെ തിന്നാൻ കിട്ടാത്ത പ്രശ്നമല്ല, പറ്റാത്ത പ്രശ്നമാണ്. 2-3 ഉണ്ടാവും, ഇന്നും ഒന്നും വേണ്ട കുട്ടിക്ക്. എന്നാലില്ലാത്തതാ ചോദിച്ചാൽ 4 എടുത്ത് വെച്ചാലും ഇല്ലാത്തതാണ് ചോദിക്കും. അതാണ് പുതിയ പരീക്ഷണം. പണ്ട് തിന്നാൻ കിട്ടാത്ത പരീക്ഷണമായിരുന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ച് 10-40 കൊല്ലം, ഞാൻ വെച്ച് 45 വയസ്സായി, 44 വയസ്സായി, എനിക്കൊരു പട്ടിണി കിടന്നായിട്ടൊരു ഓർമ്മല്ല. എൻ്റെ അറിവിൽ ആർക്കും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പട്ടിണി കിടന്ന് ഇടങ്ങാറായ ആൾക്കാരൊന്നും. എന്തെങ്കിലുമൊക്കെ കിട്ടും, റേഷൻ പിടി പോയാൽ 2 റുപ്യേൻ്റെ അരിയെങ്കിലും കിട്ടും അല്ലേ, ഇനി കുറച്ച് ഒട്ടലുണ്ടെങ്കിലും തിന്നാലൊക്കെ പോകും, നല്ല കറിയൊക്കെ ഒഴിച്ചാൽ. ഇതിങ്ങനെ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഇതിങ്ങനെ കിടക്കണം, എന്താ പട്ടിണിയോട് പരീക്ഷിക്കാറ, ഇവിടെ ഒന്നും ഇപ്പോൾ ആർക്കോ ഇല്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ പോകും, ICUടെ അങ്ങനെ നടക്കുമ്പോഴേ ഒരാളിനെ ഇങ്ങനെ വിളിച്ച്, അപ്പോൾ എൻ്റെ രോഗി അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഇതതിൻ്റെ ഞാൻ അറിയാത്ത ഒരാളാണ്, എൻ്റെ താടിയെ കണ്ടിട്ട് ചിലപ്പോൾ നല്ല ഒരാളായിരിച്ച് വിളിച്ചേക്കാരോ, ഇന്നെങ്ങനെ വിളിച്ചെടുത്തേക്ക്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഒരിറ്റി വെള്ളം എൻ്റെ തൊള്ളിക്കൊന്ന് ഉറ്റിച്ചേരി വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ തൊള്ളിക്ക് നോക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ആകെ ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല, ഇയാൾ എന്തിനാ കിടക്കണമെന്ന് അറിയണ്ട ഇവിടെ. അപ്പോൾ ഞാൻ കേസ് ഷീറ്റൊക്കെ നോക്കിയപ്പം അയാളെ കുടലിന് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്, കുടൽ മുറിച്ചൊരു കഷ്ണം എടുത്ത് ഒഴിവാക്കിയാണ്, രക്തോട്ടം പോയിട്ട് കുടൽ കറുത്തുപോയി, ഒരു പീസ് മുറിച്ച് കുടൽ കൂട്ടി തുന്നി വെച്ചതാണ്. അപ്പോൾ ഈ തുന്ന് സെറ്റാകാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 4 ദിവസമായി സാധു വല്ലതും തിന്നിട്ട് അയാൾ പറയണ എന്തോ ഒരു ദാഹം വിശപ്പാണ് ഡോക്ടറെ, ഈ തൊള്ളി കൂടെ കിട്ടാത്തോണ്ടേ, ഗ്ലൂക്കോസിൽ വെള്ളം ചാടിയിട്ട് കാര്യമില്ല, നമ്മൾ ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ അങ്ങനെ തിന്നണല്ലേ, ഇത് ഈ ഗ്ലൂക്കോസിൻ്റെ വെള്ളം ചാടിയിട്ട് എത്ര കാര്യം, വിശന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും എന്നെ തൊള്ളിക്കൊന്ന് ഉറ്റിച്ചേരി, ഞാൻ തിന്നില്ല, ഇങ്ങനെ ചമച്ചുകാണ്ട് തുപ്പിക്കൊണ്ട് തരണം, ചമച്ചുകാണ്ട് ഇറക്കണില്ല, എന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പം എന്താ സഹോദരങ്ങളെ, അതാ അന്നാണ് ഈ ആയത്തിൻ്റെ നമ്മളെ പട്ടിണി ഇടക്കൊന്നും വേണ്ട പരീക്ഷിക്കാൻ, തിന്നാൻ കിട്ടാവൊന്നും വേണ്ട, കുടലിനൊരു ഓട്ടം ഉണ്ടായാൽ മതി. കുടൽ മുറിച്ചുകാണ്ട് 4 ദിവസം ICUയിൽ തിന്നാൻ കിട്ടാതെ കിടക്കുമ്പോൾ മനസ്സിലാവും വിശപ്പെന്താണെന്ന്. വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വരും, ഇതൊക്കെ അയാൾക്ക് വന്നു, ഇത് നാളെ ഞമ്മക്ക് വരുമെന്ന് ഒരു ഉറപ്പില്ല, ഞമ്മക്ക് വരും, ആർക്കെങ്കിലുമൊക്കെ വരും. ഈ പ്രസംഗം കേൾക്കണ ആർക്കെങ്കിലുമൊക്കെ ഇത് വരും, ചിലപ്പോൾ ഞാൻ തന്നെ ഇക്കാരം. സഹോദരങ്ങളെ, ഇതൊക്കെ പരീക്ഷണമാണ്. അതാണ് പറഞ്ഞത്, അത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി, അതിനാണ് പടച്ചോൻ അറിയിച്ചിരുന്നത്, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്, തന്നെ ഉറപ്പിച്ചാ പറഞ്ഞത്. അറബി ഗ്രാമർ അറിയണവർക്കറിയാം, ലാമു തൗക്കീദാണ് തുടക്കത്തിൽ കൊടുത്തത്. ല വല വല എന്ന് പറഞ്ഞാൽ തന്നെ ശക്തി കൂടിയാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഒരു കട്ടിയുള്ള നൂനും കൂടി ചേർക്കുന്നതാണ്, നൂന് സക്കീല എന്ന് പറയാം, ഭാരമുള്ള നൂന്, കനുള്ള നൂന് എന്നാ പറയാ. വലനബുലുവന്നക്കും, നിങ്ങൾ മലയാളം പരിഭാഷ വായിച്ചു നോക്കി, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നല്ല, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഒഴിവാവൂല, ഇന്ന് കിട്ടും, എന്തെങ്കിലും കയ്യിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക്. മിനൽ ഹൗഫി, പേടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. നേരത്തെ ആ സാധുവിന് പറയല്ലേ, ക്യാൻസർ ഉണ്ട് എന്ന് പേടി, എന്തൊരു ഭീകരാവസ്ഥയാണ്, ഇല്ലാഞ്ഞിട്ടും പേടിച്ച് നിൽക്കുക. ക്യാൻസറുള്ളതിനേക്കാൾ ഭീകരമായ അവസ്ഥ, അതൊരു പരീക്ഷണമാണ്. വൽജു, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിമ്മിനൽ അംവാലി വല്ലംഫുസ്, സ്വത്തും സമ്പത്തും ശരീരങ്ങളൊക്കെ ആണ് പോകുക എന്ന് പറഞ്ഞാൽ ഉറ്റവരും ഉടയവരൊക്കെയാണ് മരിച്ചു പോവുക, സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക. ഒരു ന്യൂസ് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, ജർമ്മനിയിലെ വലിയൊരു കോടീശ്വരൻ, $16 ബില്യൺ ആസ്തിയുള്ള വലിയൊരു കോടീശ്വരൻ ഒരു ദിവസം രാവിലെ ആത്മഹത്യ ചെയ്തു. ഒരു ദിവസം രാവിലെ. കാരണം എന്താ അറിയോ, $6 ബില്യൺ അയാൾക്ക് എന്തോ ബിസിനസ്സിൽ നഷ്ടം വന്നു, അതിന് അയാൾ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ $14 ബില്യൺ ഉള്ള ഒരാൾ $6 ബില്യൺ നഷ്ടപ്പെട്ടപ്പം തൂങ്ങി മരിച്ചു. $8 ബില്യൺ അയാളെ കയ്യിലുണ്ട്. $8 ബില്യൺ എത്ര, നിങ്ങൾ നമ്മളൊരു 100 തലമുറ അടിച്ചു പൊളിച്ച് ജീവിച്ചാലും തീരൂല, അത്രയും അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിട്ടാണ് പോയിട്ട് ആത്മഹത്യ ചെയ്ത്. അതെന്തരോ, ഇതൊരു പരീക്ഷണമായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ഈ മരണത്തോടെ അവസാനിക്കുന്നതല്ല, മരണത്തോടെ തുടങ്ങുന്നതാണ് ജീവിതം എന്ന തിരിച്ചറിവ്. അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്, അത് പഠിപ്പിക്കാനാണ് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയത്, അത് പഠിപ്പിക്കാനാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രസംഗിക്കണതിനാണ്. നമ്മളെ സ്വയം ബോധ്യപ്പെടുത്താൻ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഇതറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ. ഈ മരണത്തിന് ശേഷം നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഈ ലോകത്ത് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും. ആരോഗ്യമാകട്ടെ, ആയുസ്സാകട്ടെ, മുഴുവൻ സമ്പത്തും, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചോദിക്കും. എന്നിട്ട് ആ വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ മടക്കപ്പെടുന്ന ഒരു വലിയ സന്ദർഭം വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷണത്തിൻ്റെ യഥാർത്ഥ അതിൻ്റെ അസിൽ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ അസിൽ ബേസ് അത് പരീക്ഷണമാണെന്നുള്ളതാണ്. അതിൽ അള്ളാഹുവിനെ അനുസരിക്ക്, നമ്മളെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ച് പടച്ചോനുമായിട്ട് നമ്മൾ ഭയങ്കരമായൊരു ബന്ധം,
എന്നുവെച്ചാൽ നമ്മളെ ഉമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ്. അതിനു വേണ്ടിയാണ് ഈ ജീവിതം. ഈ ഓരോ ഇബാദത്തുകളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഉംറയാകട്ടെ, ഹജ്ജാകട്ടെ, സക്കാത്താകട്ടെ, എല്ലാ ആരാധനകളും ഈ ഒരു ബന്ധം നിലനിർത്താൻ, അത് പുതുക്കാനാണ്. ഒരു 5 നേരത്തെ നിസ്കാരങ്ങൾ ആലോചിക്കി. ഓരോ 5 നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വന്നത്, നമ്മൾ ഇശാ നിസ്കരിച്ചിട്ടാണ് ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഇശാ നിസ്കരിക്കും. ഒരു മഗ്‌രിബിന് നമ്മൾ 3 ഫാത്തിഹ ഓതി. 3 ഫാത്തിഹ. എന്താണ് ഫാത്തിഹ? ഖുർആനിൻ്റെ ഓപ്പണിങ്, തുടക്കമാണ് ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പം ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സ്തുതി സർവവും. ഹംദ് മുഴുവനും ഈ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹ്ക്കാണ്. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടി പറയാൻ നമുക്ക് എന്താ ഒരു വിഷമമുള്ളത്? എന്താ വിഷമമുള്ളത്? നമ്മളെ ജീവിതത്തിൽ മുഴുവൻ നമ്മളെ ജീവിതങ്ങൾ ബാക്കൊക്കെ എടുത്തു നോക്കി. നമ്മൾ ആരായിരുന്നു? നമ്മളെ അവസ്ഥ എന്തായിരുന്നു? അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു കാറിലാണ്. ഒരു സൈക്കിള് ഓടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 50 പൈസക്കൊക്കെ അന്ന് പണ്ട് സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായിട്ട് സൈക്കിളില്ലായിരുന്നു. ഇനി നമ്മൾ കാറായിട്ട് അങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ 2 വീലറായിട്ട് അങ്ങോട്ട് വന്നത്. നമ്മൾ തിരിച്ചു പോകണു. നമ്മളെ അവസ്ഥ മെച്ചപ്പെട്ടു. നമ്മൾ വാങ്ങിയ സാലറി, നമ്മളെ ജീവിതത്തിലെ സൗകര്യങ്ങൾ, നമ്മളെ വീട്, മണ്ണ് തേച്ച വീടായിരുന്നു നമ്മളത്, അല്ലേ? ഇന്ന് നമ്മൾ ടൈൽസ്, ഇറ്റാലിയൻ മാർബിളിലാണ്, ശീതീകരിച്ച മുറിയുണ്ട്, അല്ലേ? ഒരു റൂമെങ്കിലും നമുക്ക് എ സി ഉണ്ട് ചൂട് കാലത്ത് കിടക്കാൻ. നമ്മളെ പള്ളി പോലും നടുത്തളം ഇന്ന് എ സിയാണ്. നമ്മളെ വീട്ടിൽ വാഷിംഗ് മെഷീനുണ്ട്. നമ്മൾ വീട്ടിലെല്ലാ സൗകര്യങ്ങളും, നമ്മളെ ജീവിതം എളുപ്പമാക്കാൻ ഉതകുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളെ ഫോണ്, അല്ലേ? നമുക്ക് ആദ്യം 2G ആയിരുന്നു, പിന്നെ 3G ആയി, ഇപ്പം നമ്മൾ 5G ആണ്. നമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ പണ്ട് വട്ടട്ടൊരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? പ്ലേ ചെയ്യാതെ. ഇപ്പോൾ തൊട്ടാ ഡ്രൂന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ആകും. സ്പീഡ് കൂടി, നെറ്റിൻ്റെ സൗകര്യങ്ങൾ കൂടി, അല്ലേ? ബസ് നമ്മളെന്താ നോക്കുക? സൂപ്പർ ഫാസ്റ്റ് നോക്കും. നമ്മൾ ടൗൺ ടു ടൗൺ നോക്കും. നമ്മൾ ദേശീയപാത വരെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള പണി, അല്ലേ? നമ്മളെ പുതിയ ട്രെയിൻ ഇവിടുന്നാണ് വിട്ടാൽ രാജധാനി, അവിടെ തിരുവനന്തപുരത്ത് എത്തും. നമ്മൾ 4 മണിക്കൂർ എടുത്തുവെന്നാണ് നോക്കണത്. ഒക്കെ നമുക്ക് എല്ലാം നമ്മൾ എളുപ്പം ലാഭം നോക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ? നമ്മളെ പറയല്ലേ, ഒരു നല്ലൊരു മോരാച്ചിയും ഒരു വെറുംചോറും ഒരു ഇറച്ചി പുരട്ടിയതും ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പം 2-3 കല്യാണത്തിന് നമ്മളെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവച്ച കബ്സ, മന്തി, ബിരിയാണി, ഏതാ തിന്നണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ്, അല്ലേ? എല്ലാം കുറച്ച് തിന്നോക്കി, പിന്നെ ഇഷ്ടമുള്ളത് തോനെ തിന്നു. അത്ര നമുക്ക് വിഭവങ്ങളുടെ ആധിക്യമാണെന്ന്. എന്നിട്ട് സഹോദരങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളിന്ന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ആ അള്ളാഹുവിന് ഒരു സ്തുതി. ഇന്ന് രാവിലെ നേരം വെളുത്തിട്ട് ഒരു കാഷ്വാലിറ്റിൻ്റെ മുമ്പിൽ നമ്മളൊന്നൊരു 5 മിനിറ്റ് പോയി നിന്നാൽ മതി. എന്തെല്ലാം രോഗികൾ അവിടെ വരുന്നത്. മൂത്രം പോകാത്ത ആൾക്കാർ, മലം പോകാത്ത ആളുകൾ, മൂത്രത്തിന് ട്യൂബിട്ട് ബ്ലോക്കായ ആളുകൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മൂക്കിൽ ട്യൂബിടാൻ വേണ്ടി വരുന്ന ആളുകൾ, ക്യാൻസറായിട്ട് ഒന്നും കഴിക്കാൻ പറ്റാത്ത ആളുകൾ, ഗ്ലൂക്കോസ് കയറ്റാൻ കൊണ്ടുവരണം, രക്തത്തിൻ്റെ അളവ് കുറഞ്ഞ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് രക്തമില്ലാത്ത ആളുകൾ രക്തം കയറ്റാൻ കൊണ്ടുവരുന്നു. സഹോദരങ്ങളെ, ഓരോ തരത്തിലുള്ള ആളുകൾ, രോഗികളെ അവിടെ കൊണ്ടുവരികയാണ്. നമുക്കൊരു പ്രയാസമില്ലാതെ നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് വന്നു. ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. നമ്മളെല്ലാ വ്യവസ്ഥിതികളും, നമ്മളെല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നല്ല 100% ഫിറ്റായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ നൽകിയ, ഇതെല്ലാം ഔദാര്യമായി നമുക്ക് നൽകിയ നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ എന്ത് വിഷമാണുള്ളത്? അത് ഏതായാലും നമ്മൾ പറയുന്നുണ്ട്, അല്ലേ? ഏതായാലും നമ്മളൊരു ദിവസം 17 വട്ടം പറയണം, എന്നാലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ. അത് പറയുമ്പോൾ ഒന്ന് ഉള്ളു തട്ടി പറഞ്ഞൂടെ? ഏതായാലും പറയുന്നുണ്ട്. അത് പടച്ചോൻ്റെ മുമ്പിൽ കയ്യും കെട്ടിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ അർശിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി സ്തുതിച്ചു എന്ന് പറയും. അത് കേൾക്കാൻ, അങ്ങനെ എൻ്റെ റബ്ബ് അർശിൻ്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് എന്ന് നമ്മൾ അറിയാൻ, അങ്ങനെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം വരണ്ടേ? നമ്മളെ മനസ്സിക്കൊരു സന്തോഷം, ഒരു കുളിർമ.
അത് വരണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ പടച്ചോനെ അത്രയും സ്നേഹിക്കണം. പടച്ചോനെ നമ്മൾ അത്രയും ജീവിതത്തിൽ അടുത്തായിട്ട് കാണണം. എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ പടച്ചോനോട് പറയാം. നിസ്കാരത്തിൽ നമ്മൾ പടച്ചോനോടാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം നോക്കി 17 പ്രാവശ്യം അള്ളാഹുവുമായിട്ട് നിർബന്ധമായിട്ടാണ് ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പം അർശിൻ്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്ന്. അർ റഹ്മാനിർ റഹീം, എൻ്റെ റബ്ബ് റഹ്മാനും റഹീമുമാണ് എന്ന് ഉള്ളിൽ തട്ടി നമ്മൾ പറയുമ്പം അള്ളാഹു അർശിൻ്റെ മുകളിൽ നിന്ന് പറയും, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയത്, എൻ്റെ അടിമ എന്നെ നോക്കി. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. നമ്മളെ പെരയിൽ ഒരാളെ പണിക്ക് വിളിച്ചിട്ട്, ഞാനത് പിന്നെയും പറയാൻ കാരണം നമ്മൾ ആലോചിച്ചാൽ മതി. ഒരാളെ നമ്മൾ പണിക്ക് വിളിച്ചു കണ്ട് അയാളൊരു മര്യാദയ്ക്ക് പണിയെടുക്കില്ലെങ്കിൽ, ഇപ്പോൾ ഒരാളെ ഒരു പുല്ല് ചെത്തിക്കയറാൻ വേണ്ടി നിങ്ങൾ വിളിച്ചു, കുറച്ച് ഉള്ളൂ, എന്താ വെച്ചാൽ ഒരു 2 ദിവസത്തെ പണി, ഒരു 2 ദിവസത്തെ പണിക്കുള്ള സാധനം ഉള്ളു വിചാരിച്ചുള്ളൂ. നമുക്കിപ്പോൾ ബെയ്ജായിട്ടാണ് അല്ലെങ്കിൽ നമ്മളെന്നെ കൈക്കോട്ടെടുത്ത് ഇറങ്ങുകയെ. അത് കണ്ട് ഒരാളെ പണിക്ക് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഉച്ചക്ക് വന്ന് നോക്കുമ്പം അതിൻ്റെ ഒരു മൂല അങ്ങനെ കുത്തിരിക്കണം അവിടെ. ഓൻ്റെ ഇത് ഇരുത്തം കണ്ടാൽ തോന്നും ഇതൊരാഴ്ചക്കുള്ള പണിയുണ്ട്. ഓനോട് ചോദിച്ചു, ഇതൊരാഴ്ച എടുക്കും. ഓൻ്റെ രാവിലത്തെ 10 മണിക്കത്തെ ചായയോടെയും ഉച്ചക്കത്തെ ചോറയും ഓൻ്റെ കിടത്തും ഓൻ്റെ ഫോൺ കളിയൊക്കെ കഴിഞ്ഞ് ഇതൊരാഴ്ചക്ക് ഉണ്ടാവും ഈ ചത്താൻ. ഒരു ദിവസം നമ്മൾ പൈസ കൊടുക്കും, 2-ാമത്തെ ദിവസം കൊണ്ട് രാവിലെ പറയും ഞാൻ ഞായറാഴ്ച ഞാൻ കൊത്തിക്കൊണ്ടിച്ച് പോയി കുറയും. അതാണ് നമ്മളെ കാരുണ്യം എന്ന് പറഞ്ഞാൽ. പടച്ചോന്റെ കാര്യം നോക്കി, എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചത്. എന്നിട്ട് നമ്മളെ ആരാധനൻ്റെ അവസ്ഥ എന്താ? നമ്മളെ ആരാധനൻ്റെ അവസ്ഥ എന്താ? നമ്മളെ നിസ്കാരത്തിൽ പടച്ചോനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആരാധന കൊണ്ട് പടച്ചോനുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? പടച്ചോനുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? എത്ര ആളുകളാണ് ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഒരു വിശ്വാസികൾക്ക് ഒരു മടിയില്ല. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് പലിശ. പലിശൻ്റെ ഗൗരവം പറഞ്ഞെടുത്ത് നിങ്ങൾ ആലോചിക്കണം. മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് പലിശ. പക്ഷേ എല്ലാവരും ലോൺ എടുക്കുകയാണ്. എന്തിനും അനങ്ങിയ ലോണാണ്. ബജാജ് സീറോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, എന്ത് സീറോ ഇൻട്രസ്റ്റിന് പേരുള്ളൂ. എന്നിട്ട് പച്ച പലിശക്ക് പൈസ എടുക്കുക, കടം വാങ്ങുക, വായ്പ വാങ്ങുക, ഫോണ് വാങ്ങാൻ. എന്തിനാണ് ആലോചിക്ക്? ഫോണ് വാങ്ങാനൊക്കെയാണ് ആളുകൾ പലിശക്ക് പൈസ എടുക്കുന്നത്. പലിശയുമായി ഒരു ബന്ധം ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അവിടെ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് പടച്ചോൻ ആലോചിച്ചിട്ട് എൻ്റെ റബ്ബിനെ പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ റബ്ബ് എന്നെപ്പറ്റി എന്ത് വിചാരിക്കും ഞാൻ ഇപ്പോൾ പലിശ എടുത്താൽ, അങ്ങനെ ആലോചിക്കാൻ മാത്രമുള്ളൊരു ബന്ധത്തിലേക്ക്, അള്ളാഹുമായിട്ടൊരു അടുപ്പത്തിലേക്ക് ഒരു വിശ്വാസിക്ക് വളരാൻ സാധിക്കണം. അള്ളാഹു അത്രയും കാരുണ്യവാനാണ്. റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസം. യൗമുദ്ദീൻ എന്നൊരു ദിവസമുണ്ട്. യൗമുദ്ദീൻ എന്നൊരു ദിവസമുണ്ട്. അന്ന് അള്ളാഹുവിൻ്റെ അധികാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ബാബരി പള്ളി പൊളിച്ചു, നേരത്തെ പറഞ്ഞില്ലേ, എത്ര വലിയ നീതികൂടം. ഇവിടെ നീതിപീഠം വരെ എന്ത് ചെയ്തു? നീതിപീഠം വരെ പക്ഷപാതം കാണിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു കോടതി വരാണ്ട്, അവിടെ നീതി പുലരും, അവിടെ സത്യം പുലരും. ആ കോടതിയിൽ അള്ളാഹുവിന് മാത്രമായിരിക്കും അധികാരം. അവിടെ ഒരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവില്ല, അവിടെ ഒരു പാർലമെൻറ്റും ഉണ്ടാവില്ല, അവിടെ ഒരു രക്ഷാസമിതി ഉണ്ടാവില്ല, UN അസംബ്ലി ഉണ്ടാവില്ല. അവിടെ അള്ളാഹുവിൻ്റെ ഏകാധിരാജനായ അള്ളാഹുവിൻ്റെ അധികാരം മാത്രം വാഴുന്ന ഒരു വിചാരണ വരാണ്ട്. ആ വിചാരണയിലാണ് നമുക്ക് പ്രതീക്ഷ ഉള്ളത്. അതാണ് മാലിക് യൗമിദ്ദീൻ. ഒരു ദിവസം 17 പ്രാവശ്യമാണ് അള്ളാഹുവിനെ ആ വിചാരണ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു ദിവസത്തിങ്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു അർശിൻ്റെ മുകളിൽ നിന്ന് പറയും, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയെന്ന്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. വല്ലാത്തൊരായത്താണത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ലോകത്ത് ഇറക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളിലുമുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കമാണ് എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറഞ്ഞതാണ്. ഇത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തുണ്ടല്ലോ, ലോകത്ത് അള്ളാഹു മുഴുവൻ പ്രവാചകന്മാർക്കും ഇറക്കിയ വേദഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്തമാണ് ഖുർആനിൽ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ആ ഖുർആനിലെ മുഴുവൻ വചനങ്ങളുടെയും സംക്ഷിപ്തമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലുള്ളത്. അതൊരു ദിവസം 17 പ്രാവശ്യം അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ പറയാണ്. എന്താണിത്? അപ്പോൾ അള്ളാഹ് അർശിൻ്റെ മുകളിൽ നിന്ന് എന്താ പറയാറോ? ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള
കോൺട്രാക്റ്റാണ്, കരാറാണെന്നാണ് പറയാം. എന്താണ് ആ കോൺട്രാക്റ്റ്? ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈറ് കണ്ടുവരാൻ, നമ്മളെ ബാധിച്ച ഷർറിൽ നിന്ന് രക്ഷ നേടാൻ അത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന് നമ്മൾ അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ദുആ അള്ളാഹുവിനോടല്ലാതെ പാടില്ല. അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് അതാണ് ശിർക്ക്. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതല്ലാത്തതെല്ലാം അള്ളാഹു പുറത്തു തരും. ശിർക്ക് ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല എന്ന് മാത്രമല്ല, അവൻ കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പം പടച്ചോൻ അർശിൻ്റെ മുകളിൽ നിന്ന് പറയും, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ചൊല്ലിയിട്ട് എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പം അത് പുത്തമ്പള്ളി കൊണ്ട് ജാറത്തുങ്ങ കൊണ്ടുപോയിട്ട് ഒരു പച്ച പുതപ്പിട്ട് ആ വണ്ടി മൂടുകയാണ്. എന്തിന്? ആക്സിഡൻ്റ് ആകാതെക്കാൻ. പുതിയ വണ്ടി വാങ്ങിയിട്ട് ജാറത്തുങ്ങ കൊണ്ടുപോയി മൂടിച്ച എന്താത്രേ? ആ വണ്ടി ഞാൻ ആക്സിഡൻ്റ് ആകാതെക്കാൻ. സഹോദരങ്ങളെ, ആക്സിഡൻറ്റ് തീരുമാനിക്കുന്നത് ജാറത്തിലെ തങ്ങളല്ല. ജാറത്തിൽ മറമാടിയ ഒരാൾക്ക് ആക്സിഡൻറ്റ് തീരുമാനിക്കാനോ ആക്സിഡൻറ്റ് ഒഴിവാക്കി തരാനോ ഉള്ള കഴിവ് ഇല്ല. അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് പ്രാർത്ഥിക്കേണ്ടത് പടച്ചോനോടാണ്. ആ വണ്ടി കയറുമ്പം, റബ്ബേ ഈ വണ്ടി ആക്സിഡൻ്റ് ആകുന്ന ഈ ഞങ്ങളെ കാക്കണേ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അത് അള്ളാഹ് ഒരു സൃഷ്ടിക്കും ആ കഴിവ് കൊടുത്തിട്ടില്ല. ഇനി കൊടുത്ത കഴിവെന്നാണ് ചോദിക്കണമെന്ന് പറയണ്ട. അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അതിനാണ് പ്രവാചകന്മാർ വന്നത്. ആ കഴിവ് അള്ളാഹ്ക്കുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ വന്നത്, വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് ആ ശിർക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. അതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വല്ലാത്തൊരു വാക്കാണത്. ആ ഒരു വാക്ക് മാത്രം മതി ഫാത്തിഹ അങ്ങോട്ട് നിറയാൻ. ഫാത്തിഹ മനസ്സിൽ ഒരു രോമാഞ്ചം ഉണ്ടാക്കാണ്ടല്ലോ, ആ ഒരൊറ്റ വാക്ക് മതി. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. വല്ലാത്തൊരർത്ഥമുള്ള വാക്കാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ എന്ന് ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പം 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഒന്ന് ഹിദായത്ത് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന യഥാർത്ഥ ആദർശത്തിലേക്കുള്ള ഹിദായത്ത്. രണ്ടാമത്തത് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീക്ക്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും കാര്യമല്ല. ഇതനുസരിച്ച് ജീവിക്കണമെങ്കിലേ ഇപ്പോൾ ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കണം, ജമാഅത്തിന് പോകണം എന്ന അറിവുണ്ട്, പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ പോകണമെങ്കിൽ ഒരു തടസ്സം അവിടെ ഉണ്ടാകാൻ പാടില്ല അല്ലേ? നമ്മളൊന്ന് കാല് വെച്ചുത്തി മുകാൻ പാടില്ല, നമ്മളെ വണ്ടി എവിടെയെങ്കിലും തട്ടാൻ പാടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങണ നേരത്ത് എമർജൻസി ആയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു അപകടം വീട്ടിൽ സംഭവിക്കാൻ പാടില്ല. ഇതൊക്കെ സംഭവിക്കാതിരുന്നാലേ നമുക്ക് പള്ളിയൊക്കെ എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഇറങ്ങിയിട്ട് കാര്യമല്ല. ഇറങ്ങിയാലും അവിടെ എത്തണമെങ്കിൽ ഒരു തൗഫീക്ക് തന്നെ വേണം. വണ്ടി കേടന്നു, വണ്ടി ആക്സിഡൻ്റായി, കാല് വെച്ചുത്തി മടക്കി ചവിട്ടി മൂണു, എല്ല് പൊട്ടി, നീച്ചാൻ വെച്ചാ ജമാഅത്ത് പോയി. പക്ഷെ ജമാഅത്ത് പോകാതെക്കണമെങ്കിൽ പടച്ചോൻ്റെ തൗഫീക്ക് വേണം. ആ തൗഫീക്കാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിൽ ചോദിക്കണത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? ഇങ്ങനെയൊക്കെ ജീവിച്ചു, അവസാനം തല കുത്തനായി കാണ്ട് ഇതിനൊക്കെ തെറ്റിപ്പോയി. മൂപ്പര് കുറേ കാലമൊക്കെ നന്നായി, ഇപ്പോൾ പുറത്തും വിട്ട് കിടക്കണ അറിയും. എത്ര ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദുബായി പോയ സന്ദർഭത്തിൽ എന്നെ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ചെയ്ത് വോയിസ് അയച്ചു തരണം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മുടിയൊക്കെ വളർത്തി പെണ്ണുങ്ങളൊപ്പം നടക്കണത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളോട് വിളിച്ച് ഖുർആനും ഹദീസൊക്കെ ഇംഗ്ലീഷിലാക്കിയിട്ട് നമുക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ ഒരാൾ, അല്ലെ അങ്ങനത്തെ ക്ലാസ്സൊക്കെ എടുക്കാൻ ക്ലിപ്പ് അയച്ചു തരണമെന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നൊരു മനുഷ്യൻ, ഞാൻ കൂടുതൽ വ്യക്തമായി പറയില്ല, അയാൾ മുടിയൊക്കെ വളർത്തിയിട്ട് ട്രൗസറൊക്കെ ഇട്ട് പാട്ടും കേട്ട് നടക്കുക. അപ്പം എന്താ വെച്ചാൽ ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്ന ദുആണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോഴേ അതിൽ ഒരു മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ഈ തൗഫീക്ക് മരണം വരെ നിലനിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ഈമാനോടെ അങ്ങോട്ട് മരിപ്പിച്ച് തരണേന്നും കൂടി അതിലുണ്ട്. ഒരു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിലാണ് ഈ 3 കാര്യമുള്ളത്.
അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരൊറ്റ ഫാത്തിഹയിൽ പോലും അത് ഉള്ളിൽ നിന്ന് വന്ന മുതലായില്ല ചങ്ങായിമാരെ നിസ്കാരം. അതും കൂടി വരുന്നില്ല. ആൾക്കാർ തെക്കുബീറിട്ടി സലാം വീട്ടി പോവുകയാണ്. എന്താ പറയണേ, കുറേ ഫോണൊക്കെ നോക്കും, അങ്ങോട്ട് കയറി വരുന്നു, നിസ്കരിച്ചു പോണു, അള്ളാനെ ഓർക്കണില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അള്ളാനായിട്ടുള്ള സംസാരമാണ്. അതെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി ഉള്ളിൽ തട്ടി ഒരു ഫാത്തിഹെങ്കിലും ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാവും. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുള്ളവരായി നല്ല ബന്ധമുള്ളവരായി മാറും. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും കുലുങ്ങൂല. കാരണം ഇത് ജീവിതമാണ്, ഇത് പരീക്ഷണമാണ്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് പോണ്, അവിടെ എനിക്കെൻ്റെ റബ്ബ് തരുന്നതാണ്. എല്ലാ കാര്യത്തിനും പടച്ചവനോട് പ്രാർത്ഥിക്കുക നിരന്തരം, ചെറുതും വലുതിനൊക്കെ. കാരണം എന്താ അറിയോ, ഒരു വിശ്വാസി നാളെ മരിച്ചു ചെന്നിട്ട് ഓൻ്റെ കർമ്മങ്ങളുടെ രേഖ അങ്ങോട്ട് കയ്യിൽ കിട്ടുമ്പം ആ രേഖയിൽ ഓൻ ചെയ്യാത്ത കുറേ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ റബ്ബിനോട് ചോദിക്കും, പടച്ചോൻ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒടുന്നാണ്? അപ്പോൾ പടച്ചോൻ പറയുന്നതാണ്, ഇതൊക്കെ ദുനിയാവിൽ ഈ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾക്ക് ദുആക്കുള്ള പ്രതിഫലം തന്നതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പടച്ചോനോട് ചോദിച്ചു, എൻ്റെ കുട്ടി പാസ്സാകണം, എൻ്റെ കുട്ടി പാസ്സായില്ല, 10 വട്ടം പരീക്ഷ ചെയ്തിട്ടും പാസ്സായില്ല. പക്ഷേ അതിനൊക്കെ അവിടെ തരും. ആ ദുആയൊക്കെ പ്രാർത്ഥനയാണ്, ഇബാദത്താണ്, അതൊക്കെ കൂലിയുള്ളതാണ്. അതിൻ്റെ കൂലി ഇങ്ങനെ നാളെ മരിച്ചെന്നിട്ട് കാണുമ്പം ഒരു വിശ്വാസി അത്ഭുതം കൊണ്ട് പറയുന്നതാണ്, എൻ്റെ പടച്ചോൻ എൻ്റെ ദുനിയാവിലെ ഒരു പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, അതിനൊക്കെ ഇവിടെ കിട്ടിയെന്നല്ലോ. അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല. ചെറുതിനും വലുതിനും ഒക്കെ ദ്വാരന്നോളി. അതും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ദ്വാരന്നോളി. അതിനൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. ഇവിടുന്ന് ഇപ്പം കിട്ടിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാലെങ്കിലും കിട്ടും. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ഖൈറാണ്, വലിയ കിട്ടൽ അവിടെ കിട്ടും. അതുകൊണ്ട് ഒന്നൊരു നഷ്ടമല്ല ആ ഇഹ്ദിന. അപ്പോൾ ഒരു ഫാത്തിഹ ഓതുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ തട്ടി, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ ശരിയായ ഹിദായത്ത് തരണേ, ജീവിക്കാനുള്ളൊരു തൗഫീക്ക് തരണേ, മരണം വരെ ഈമാൻ ഇഖ്ലാസൊക്കെ നിലനിർത്തി മരിപ്പിക്കണേ എന്ന് ഒരു ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഇമാമ് ചെല്ലുമ്പം മനസ്സിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ സഞ്ചരിച്ച മാർഗ്ഗമാണിത്. ഇത് ഞാൻ മാത്രം പോയൊരു മാർഗ്ഗമല്ല, ഇത് കടന്നാ കുടുങ്ങിയല്ല. ചില ആൾക്കാരെ വിചാരം തരോ ഈ ദീന് എന്ന് പറഞ്ഞാൽ ഒരു കടന്നാ കുടുങ്ങിയെന്നാ. ഇവിടെ ഇങ്ങനെ പോയി താടിയും വെച്ച് നല്ലൊരു പാൻറ്റും കുപ്പായും ഇടാൻ പറ്റാതെ ഒന്നും പറ്റാത്ത കുറേ ആൾക്കാർ എന്നാണ് വിചാരം. ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ജീവിതം ഏറ്റവും നന്നായി ആസ്വദിക്കുന്നവരാണ് വിശ്വാസികൾ. കാരണം ഒരു വിഷമവുമില്ല. നിങ്ങൾ ആലോചിച്ച്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഒരു 2 ആൺകുട്ടികൾ 25ഉം 23ഉം വയസ്സായ ബൈക്കുമ്പോൾ പോയ ഏട്ടനും അഞ്ചനും ആക്സിഡൻ്റായി മരിച്ചിട്ട് ഒരു വെള്ളത്തുണി ഇട്ടുകാണ്ട് ഇങ്ങനെ മറച്ച് വെച്ചൊക്കെയാണ്, ഇങ്ങനെ അടച്ചിട്ടൊക്കെയാണ്. എന്നിട്ട് ഓല ഫോണിന്ന് മുഖത്ത് ഇങ്ങനെ, ഫോൺ ഇപ്പോൾ സുഖമാണ്, പണ്ടത്തെ മാതിരിയല്ല. ഫോൺ ഇങ്ങനെ ആക്കി മയ്യത്തിൻ്റെ മുഖത്താക്കിയാൽ തുറക്കുപ്പോൾ. പണ്ട് നമുക്ക് പാസ്വേഡ് കിട്ടണമെങ്കിൽ പണിയായിരുന്നു. ഇപ്പം എല്ലാ ഫോണും ഒരു ഫേസാണ്. അപ്പം ഇങ്ങനെ ആക്കി മയ്യത്തുമാക്കിയാൽ മതി, ഫോൺ തുറക്കും. എന്നിട്ട് വാപ്പാന്നടിച്ചാൽ ഓൻ്റെ വാപ്പാൻ്റെ നമ്പർ വരും, അതിൽ വിളിച്ചാൽ മതി. നിങ്ങളെ മോൻ ഇവിടെ ആക്സിഡൻ്റായി കിടക്കുന്നുണ്ടെന്ന് പറയും. മരിച്ചു എന്ന് പറഞ്ഞാൽ കിടക്കണമല്ലോ, ആക്സിഡൻ്റായി കിടക്കുന്നുണ്ട്, ഒന്ന് മേൻ ബെരി അറിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ ബെരിൻ്റെ സീനൊന്ന് ആലോചിച്ച് നോക്കി. 2 ആൺകുട്ടികൾ ഇങ്ങനെ, വാപ്പാൻ്റെ 2 ആൺകുട്ടികൾ 23ഉം 25ഉം വയസ്സായ ആൺകുട്ടികളങ്ങനെ വെള്ളത്തുണിയിട്ട് കടത്തിയേക്കണം അവിടെ. ആ സീന് കാണിക്കുമ്പം വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയമുണ്ട്. എന്ത് പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനിപ്പിക്കുക? എന്തപ്പം നിങ്ങൾ പറയാം? വിശ്വാസിയായ നമുക്ക് പറയാണ്ട് എന്തൊക്കെ പറയാണ്ട് സഹോദരങ്ങളെ. പടച്ചോൻ തിരിച്ചു വിളിച്ചിന്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് പറയാം, വലിയ പ്രതിഫലം ഉണ്ടെന്ന് പറയാം. നിങ്ങൾ ആലോചിക്കുക, എന്ത് അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാ പിതാവ് പറഞ്ഞാണ്ടല്ലോ അള്ളാഹ് പറയാണ്. ആ റൂഹിനെ എങ്ങനെ പിടിച്ചിട്ട് മലക്ക് ആകാശ ലോകത്തേക്ക് പോകുമ്പം അള്ളാഹു മലക്കിനോട് ചോദിക്കുന്നതാണ്, എൻ്റെ അടിമൻ്റെ കരളിൻ്റെ കഷ്ണത്തിൽ പറിച്ചും കൊണ്ടാണല്ലോ ഈ വരുന്നത്, എൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നതാണ്. അപ്പം മലക്ക് പറയും, അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് എൻ്റെ അടിമ പറഞ്ഞെന്ന് പറയുമ്പം അള്ളാഹ്ക്ക് സന്തോഷമാണ്. അള്ളാഹ് എന്ത് പറയുന്നവരോ, ബന ബൈതം ഫിൽ ജന്ന, ഒരു സ്വർഗത്തിലൊരു പെരണ്ടാക്കി കൊടുക്കുക, സമ്മാഹു ബൈത്തുൽ ഹംദ്, ആ പെരക്ക് ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടിട്ട് അത് ഓനൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തലാണ്. നമ്മൾ ഈ ജീവിതം മുഴുവൻ ഖുർആൻ ഓതി നോമ്പ് നോറ്റ് ഇങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചത് എന്തിനാണ്? ആ ഒരു സ്വർഗം കിട്ടാനാണ്. ആ സ്വർഗം പടച്ചോൻ തരികയാണ്. എന്തിന്? ഒരു അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ
ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ജീവിതം സാക്ഷാത്കരിക്കപ്പെട്ടു. അതൊരു വിശ്വാസിയോടെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പടച്ചോൻ വലിയ പ്രതിഫലം നൽകുമെന്ന്. വിശ്വാസമില്ലാത്ത ഒരാളോട് എങ്ങനെയാണ് ആളെ സമാധാനിപ്പിക്കുക? എങ്ങനെ സമാധാനിപ്പിക്കുക? പിന്നെ പറയാ, തൗഹീദുള്ള മക്കളാണോ? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ? തൗഹീദുള്ള ശിർക്കില്ലാത്ത മക്കളാണോ? കൂടുതൽ അമലൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ തോന്നിയാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയായ തൗഹീദുള്ള മക്കളാണെങ്കിൽ നിങ്ങളുടെ കുളിർമക്ക് വേണ്ടി നിങ്ങളെ മക്കളെ അള്ളാഹു നാളെ സ്വർഗത്തിലാക്കി തരുന്നതാണ്. അതൊക്കെ സമാധാനിക്കാൻ ഇതിനേക്കാൾ വേറെ എന്താ ഉള്ളത്? എൻ്റെ മക്കൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയാൽ നാളെ കുറച്ച് നരകത്ത് കിടന്നാലും നമ്മളെ സമാധാനത്തിന് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതാണ്. ഖുർആനിലുള്ളതാണ്. സൂറത്ത് തൂറെടുത്ത് ഓതി നോക്കി കാണാം, ആയത്തിൽ കാണാം. മാതാപിതാക്കളുടെ കുളിർമക്ക് വേണ്ടി മക്കളെ സ്വർഗത്തേക്കാക്കി കൊടുക്കുക. എപ്പോൾ? മക്കൾക്ക് തൗഹീദ് വേണം. മക്കൾ ജാറത്ത് പോയി കണ്ട് കുമ്പിടുന്ന ആൾക്കാരാകരുത്, ജാറത്തിനെ തവാഫ് ചെയ്യുന്നവരാകരുത്. അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന കഅബത്ത് പോയി തവാഫ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുള്ളൂ. അതല്ലാതെ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു തൗഹീദാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഈ തൗഹീദ് പഠിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് അമ്പിയാക്കന്മാർ ഭൂമിയിലേക്ക് വന്നത്. ആ മാർഗത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഈ ജീവിതം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. രണ്ട് കൂട്ടർ ഈ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്നാരറിയോ? ഒന്ന് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിക്കാതെ പോയവർ, യഹൂദന്മാരെ പോലത്തെ ആളുകൾ. അവർക്കെല്ലാം അറിയാം, പക്ഷേ ഓരതിന് കിട്ടൂല. രണ്ടാമത്തതോ, ഇതൊന്നും പഠിക്കാൻ ശ്രമിക്കാതെ വഴിപിഴച്ചു പോയ ക്രിസ്ത്യാനികളെപ്പോലെയുള്ള ആളുകൾ. ഈ രണ്ട് കൂട്ടരും എന്നെ ചേർക്കല്ലേ എന്ന് പറയുമ്പം മലക്കുകളും മനുഷ്യരും ഒന്നിച്ചാമീൻ പറയുന്നതാണ്. ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളും പറയുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ സദസ്സാണ്. ഒരു ഫാത്തിഹ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. മലക്കുകളും മനുഷ്യരും ഈ കുറേ പ്രാർത്ഥന, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തുടങ്ങിയ പിന്നെ ഫുള്ള് പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ എന്ന് മനുഷ്യരും മലക്കുകളും ഒന്നിച്ച് പറയുമ്പം അള്ളാഹു അർശിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയും, എൻ്റെ അടിമ ചോദിക്കുന്നത് മുഴുവൻ അവനുണ്ട് എന്ന് പറയുന്നതാണ്. അങ്ങനെയാണ് ഒരു ഫാത്തിഹ അവസാനിക്കുന്നത്. ഇങ്ങനത്തെ 17 മിനിമാണ്. ഇനി 12, 14, 16 റവാത്തിബ് നിസ്കരിച്ച പോലെ എത്ര ഫാത്തിഹ ഓതുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു ഫാത്തിഹയൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പടച്ചോൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ഓതിയാൽ നമ്മളും പടച്ചോനും തമ്മിൽ എന്തൊരു ബന്ധം ഉണ്ടാവും. നമ്മളും പടച്ചോനും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമായിരിക്കും, വല്ലാത്തൊരു സ്നേഹമായിരിക്കും. എന്ത് പ്രതിസന്ധി വന്നാലും പിന്നെ ഒരു വിശ്വാസി തളരൂല. കാരണം എന്താ? എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബാണല്ലോ എനിക്ക് തന്നത്. നിങ്ങൾ നോക്കി, ജീവിതത്തിൽ ദുരിതങ്ങൾ ബാധിച്ചത്, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ബാധിച്ചത് അമ്പിയാക്കന്മാരെയാണ്. നമുക്ക് പടച്ചോന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവർ പ്രവാചകന്മാരാണ്. അള്ളാൻ്റെ റസൂൽ നോക്കി, ബാപ്പല്ലാതെ ജനിച്ചു വീണു. 6-ാമത്തെ വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടു. 8-ാമത്തെ വയസ്സിൽ വല്യാപ്പ നഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്കി, ആരോരുമില്ലാതെ ദരിദ്രനായ അബൂ ത്വാലിബിൻ്റെ വീട്ടിലാണ് നബി ജീവിച്ചത്. അബൂ ത്വാലിബിൻ്റെ വീട്ടിലാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഏറ്റവും ദരിദ്രനായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനെയാണ് അബ്ദുൽ മുത്തലിബ് മരിക്കാൻ നേരത്ത് നബിൻ്റെ കൈ പിടിച്ചേൽപ്പിക്കുന്നത്. മുഹമ്മദിനെ നീ നോക്കണമെന്ന് പറഞ്ഞത് അബൂ ത്വാലിബിനോടാണ്. കാരണം എന്താ? കാരണം ഉമ്മ ഒത്ത മക്കളാണ് അബൂ ത്വാലിബും അബ്ദുള്ളയും. അതുകൊണ്ട് ഒരേ ഉമ്മാൻ്റെ മക്കളായതുകൊണ്ടാണ് മൂപ്പരെ ഏൽപ്പിച്ചത്. കുറച്ചുകൂടി സ്നേഹം ഉണ്ടാവും വിചാരിച്ചിട്ട് അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച് വീട് മാറിപ്പോയപ്പോൾ ആ അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ നിന്ന് അലിനെയും കൂട്ടിക്കൊണ്ടേ. ഞാനൊക്കെ എന്താ വിചാരിച്ചറിയോ? പേടിക്കൊണ്ടേതാന്നാ. നമ്മളെ നാട്ടിൽ അങ്ങനെയുണ്ട്. ഗൾഫിൽ പോയാൽ എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ ഒരു കുട്ടിനെ പെരി കൊണ്ടാക്കും, പേടിക്ക്. ഞാനും വിചാരിച്ച അലീനെ കൂട്ടിപ്പോയത് നബി പേടിക്കാ, കച്ചവടത്തിന് പോകണല്ലേ, ഒരാളുണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. അങ്ങനല്ല, സീറ വായിച്ചപ്പോഴാണ് മനസ്സിലായത്. സീറയിൽ പറഞ്ഞാൽ എന്താ അറിയോ? അബൂ ത്വാലിബ് ദരിദ്രനായിരുന്നു. അബൂ ത്വാലിബിൻ്റെ വീട്ടിൽ പട്ടിണിയായിരുന്നു. അവിടെ ഉള്ളവർക്ക് തന്നെ തിന്നാനല്ല. അപ്പോൾ ഒരാളെ എണ്ണം കുറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എങ്ങനെ മര്യാദയ്ക്ക് തിന്നാലോ വിചാരിച്ചിട്ടാണ് അലീനെ നബി കൊണ്ടുപോയത്. അങ്ങനെയും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് വളർന്നത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടി, നബിയായി നുബുവത്ത് കിട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു. അതുവരെ നിങ്ങൾ നോക്കി, നബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മക്കക്കാരുടെ കണ്ണിലുണ്ണിയാണ്, അല്ലമീനാണ്. എല്ലാവർക്കും നബിനെ ഇഷ്ടമായിരുന്നു, നബിനോട് സ്നേഹമായിരുന്നു. പല പ്രശ്നങ്ങളുണ്ടാവും, നബിൻ്റെ അടുത്തേക്കാണ് വരിക. നബിനെയാണ് പല പ്രശ്നങ്ങളിലും അവർ
അവർ സുൽഹുണ്ടാക്കാൻ വേണ്ടി നബിനെ കൊണ്ടുവന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നബിനെ. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ, ഈ ലാത്തനും മനാത്തനും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് കേട്ടോ. ലാത്തൊക്കെ നല്ല ആളെന്നെയാണ്, പക്ഷേ ലാത്ത നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ലാത്ത ശുപാർശ ചെയ്യൂല, ലാത്തങ്ങളെ പ്രാർത്ഥന കേൾക്കൂല. നിങ്ങൾ അള്ളാനെ വിളിക്കണം, അള്ളാനെ മാത്രം വിളിക്കണം. ആ മാത്രമാണ് പ്രശ്നം. ആ മാത്രം പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. അള്ളാനെ മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? തബ്ബത്ത് യദാ അബീ ലഹബിൻ, തബ്ബത്ത് മുഹമ്മദേ നിനക്ക് നാശമെന്ന് അബൂലഹബ് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു. കുടുംബത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു, നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺകുട്ടികളെ കാര്യം തീർത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളിവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുജാഹിദായതിൻ്റെ പേരിൽ നിങ്ങളെ 2 മൂത്ത മരുക്കളെയും ഡൈവോഴ്സാക്കി പെരിയിലാക്കിയ എന്താ അവസ്ഥ? കെട്ടിച്ച് വിട്ട 2 പെൺകുട്ടികളെയും പെരി കൊണ്ടാക്കി മാപ്പിളാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പം. ജനിക്കുന്ന ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക, പെൺകുട്ടികളെ ഡൈവോഴ്സായി പെരി കുത്തിരിക്കുക. കിട്ടുന്നതാണ് ആൺകുട്ടികൾ മുഴുവൻ മരിച്ചു പോവുക, നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുക. അവസാനം 3 വർഷം മലഞ്ചെരിവിൽ തിന്നാൻ കിട്ടാതെ പട്ടിണി കിടക്കുക. ലാസ്റ്റ് ആകെ ആശ്വാസമായിരുന്ന അബൂ താലിബ് മരിച്ചു പോവുക, ആശ്വാസമായിരുന്ന ഖദീജ ബീവി മരിച്ചു പോവുക, അവസാനം നാട് വിട്ടുപോവുക. ഇത്രയും വലിയ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു ലോക നേതാവിനെയും ജീവിതത്തിൽ കാണാൻ സാധിക്കൂല, ചരിത്രത്തിൽ കാണാൻ സാധിക്കൂല. നിങ്ങൾക്ക് ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മഹാനായ പ്രവാചകൻ, ആ നബിൻ്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം അങ്ങനെ ഉറ്റുപോകും. നമ്മളിപ്പോൾ എന്താ, നമ്മൾ ഇറാഖുയിൽ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിച്ചോ, നമ്മളെ താഴത്തെ അതിൽ പാടത്തിൻ്റെ അവിടെ നല്ല AC നല്ല തണുപ്പുള്ളൊരു ഗുഹയിൽ ഇങ്ങനെ പോയി കുത്തിരിക്കുക എന്നാ. ആ പെരീന്ന് ഇറാഖുയ്ക്കുള്ളൊരു നടന്നാൽ നമ്മൾ പൗതിക്ക് മുകും, വീടും ക്ഷീണിച്ചിട്ട്. അത്രയും ദൂരമുണ്ട് ഇറാഖുയ്ക്ക്. അവിടെ പോയിരുന്ന് ആ ചൂടത്തുകൂടെ ആ നടന്നു എന്ന് പറയുമ്പം ഇന്ന് നിങ്ങൾ പോയി നടന്നു നോക്കി, ഇന്നുള്ള സൂര്യൻ അന്നുള്ള സൂര്യൻ ഇന്നുള്ള സൂര്യൻ, ആ ചൂടിന് എപ്പോഴും അവിടെയുള്ള ചൂട്. ആ ചൂടിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 4 കവലയിലും അങ്ങാടിയിലൊക്കെ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. ആ അത്രയും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു പ്രവാചകനെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. നിങ്ങളാലോചിക്ക്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രവാചകന്മാരും, യൂസുഫ് നബിൻ്റെ കഥ ഉണ്ട് ഖുർആനിൽ. യൂസുഫ് നബിൻ്റെ കഥ ഒരൊറ്റ സൂറത്തിൽ ആദ്യം മുതൽ അവസാനം വരെ യൂസുഫ് നബിൻ്റെ കഥ. എന്തേ സഹോദരങ്ങളെ ഇത്രമാത്രം പറയാനുള്ളൊരു കഥ? യാക്കൂബ് നബിയുടെ 12 മക്കളെ ചരിത്രമാണ് പറയുന്നത്. എന്താണ് യാക്കൂബ് നബി ഏറ്റവും പേടിച്ച കാര്യം എന്താണോ അതുതന്നെ സംഭവിച്ചു. അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞാൽ. നമുക്ക് പേടിയുള്ള വിഷയത്തിലാണ് പടച്ചോൻ പരീക്ഷിക്കുക. ഇപ്പം ഭയങ്കര മൊയലാളി, ഭയങ്കര പൈസക്കാരനായ ഒരാളുടെ നമ്മളെ നാട്ടിൽ, അയാൾക്ക് പൈസ ഒരു വിഷയമല്ല. നിങ്ങളിപ്പോൾ പറയാണ് അയാളെ ഫർണിച്ചർ ഷോപ്പ് കത്തുണ്ട് പറഞ്ഞാൽ അത് സാരല്ല, അതാണ് എല്ലാം കത്തിയാണ് തീർന്നോളും എന്നറിയും, ഒരു പ്രശ്നമില്ല. പക്ഷേ അയാളുടെ മകൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, മകൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ പടച്ചോനെ ഫർണിച്ചർ ഷോപ്പ് കത്തിയാൽ അയാൾ പരീക്ഷിക്കപ്പെടൂല, പക്ഷേ മകന് ക്യാൻസറാണ്, അയാൾ പരീക്ഷിക്കപ്പെടും. അവിടെയാണ് പിടിച്ച സ്നേഹമുള്ളോടത്താണ് പടച്ചോൻ പിടിച്ച. നമ്മൾ കുലുങ്ങിനോടത്താണ് പടച്ചോൻ കുലുക്കുക. അല്ലാതെ 3-4 ഷോപ്പ് കത്തി കോടികളുടെ നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മുപ്പരിങ്ങ ചിരിച്ചും ചിലപ്പം. പക്ഷേ മകൻ എന്തെങ്കിലും പറ്റിയാൽ മുപ്പര് ചിരിച്ചില്ല. അപ്പോൾ മകന് പറ്റും, അവിടെയാണ് പരീക്ഷണം. നോക്കി യാക്കൂബ് നബി പറയുന്നുണ്ട് യൂസുഫിൻ്റെ കാര്യത്തിലാണ് ഇച്ച് പേടി, അതന്നെ ഉണ്ടായത്. ആ പേടി പോലെ സംഭവിച്ചു. യൂസുഫ് നബിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കി, നമ്മളൊന്നും ആലോചിക്കില്ലല്ലോ. ഒരു ആയുസ് മുഴുവൻ ജയിലിൽ കിടക്കുകയാണ്, നല്ല ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ ജയിലിൽ കിടക്കുകയാണ്. എന്തിന്? ചെയ്യാത്ത കുറ്റത്തിന്. എന്നിട്ടോ ഇതൊക്കെ പടച്ച അവസാനം തിരിച്ചു കൊണ്ടുവരികയാണ്. പടച്ചങ്ങനെ പറയുന്നുണ്ട് ലാസ്റ്റ് യൂസുഫ്, നീയാണോ യൂസുഫ് എന്ന് സഹോദരന്മാർ ചോദിക്കുന്നുണ്ട് ഖുർആനിൽ. അതിന് ശേഷമൊക്കെയുള്ള ആയത്തുകൾ ഓതിയാലിങ്ങനെ ഹൃദയം ഇങ്ങനെ പെടക്കും. ഇതൊക്കെ എന്താ, നമുക്കിത് ഒരു കഥയാണ്, ഇതൊരു ജീവിതമാണ്, ഒരാളുടെ ജീവിതമാണിത്. പക്ഷെ എന്താണ് അത്? പടച്ചോൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ പ്രവാചകന്മാർ, ഇബ്രാഹിം നബി, നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മണലാരണ്യത്തിൽ മക്കളെയും ഭാര്യനെയും ഉപേക്ഷിച്ച് പോണ്. അതെന്താ? പടച്ചോൻ പറഞ്ഞിട്ടാണ്. അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകന്മാരുടെ ചരിത്രമാണ് ഖുർആൻ നമുക്കിങ്ങനെ ഇട്ടുതരുന്നത്. സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ കൊണ്ട് പടച്ചോൻ ഇങ്ങനെ ഓദിക്കുകയാണ്. എന്താ ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതാം, ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ ദജ്ജാലിന് സംരക്ഷണം കിട്ടുന്നു. അതുകൊണ്ടപ്പം അങ്ങനെ ഓതിന് നമ്മൾ നോക്കി. ഒരു സംഘം യുവാക്കൾ ഗുഹയിലകപ്പെടുകയാണ്. എന്തിനാണ് ഒരു ഗുഹയിലകപ്പെട്ടത്? അല്ലല്ലാത്തോലെ വിളിച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ഭരണാധികാരി നിർബന്ധിച്ചപ്പോഴേ ഒരു ഓടി ഒളിച്ചതാണ്. പറ്റൂല, സമ്മതിക്കൂല, അല്ലല്ലാത്തോലെ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓലൊരു ഗുഹയിൽ അഭയം പ്രാപിച്ചു എന്നാണ്. എന്നിട്ട് അള്ളാഹു അവരെ സംരക്ഷിച്ച കഥ അത്ഭുതത്തിൻ്റെ കഥയാണ്. ഏത്? അള്ളാഹുവിൽ അഭയം പ്രാപിച്ച, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അവർ തയ്യാറായപ്പോൾ, അള്ളാഹു അല്ലാത്തതിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ, അവർ അഭയം പ്രാപിച്ചപ്പോൾ അള്ളാഹു അവരെ 300 വർഷം ഉറക്കിയെന്നാണ്. അതിങ്ങനെ എല്ലാ വെള്ളിയാഴ്ച നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കണം. എന്തിനാണ്? ഇവിടെ ഭരണാധികാരികൾ വരും, നിർബന്ധിക്കും. നമ്മളെന്തില്ല? തൗഹീദിൽ അടിയുറച്ച് നിൽക്കാല്ലേ,
പാടാണ് നമ്മൾ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഓരോ ഖുർആനിലെ ഓരോ ചരിത്രത്തിനും നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാണ്ട്. മൂസാ നബിൻ്റെ കഥ, ഫിർഔൻ്റെ കഥ, ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊല്ലുന്ന ഒരു രാജാവ്, മൂസാ നബിൻ്റെ മാതാവ്. മൂസാ നബിൻ്റെ മാതാവ് ആ കുട്ടിനങ്ങനെ ആ പേടകത്തിലാക്കിയിട്ട് ആ നദിയിലേക്ക് ഇടുന്ന സീനൊക്കെ നിങ്ങൾ ആയത്തൊക്കെ ഒന്നും കൂടി അർത്ഥറിഞ്ഞ് ഏതെങ്കിലും ഒരു തഫ്സീർ, സുന്നിയോ മുജാഹിദുകൾ ഏത് വലിയ കാസി ചെയ്ത തഫ്സീറായാലും അതിൻ്റെ ഒരു മലയാളമെങ്കിലും അതിൻ്റെ അർത്ഥം ആ അള്ളാഹ് പറയണ ഓരോ ആയത്ത് മൂസാ നബിൻ്റെ മാതാവിൻ്റെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളൊരു കുട്ടീനെ, ഒരു ഉമ്മ ഒരു കുട്ടീനെ കൊട്ടയിലാക്കി കാണ്ട് വെള്ളത്തിൽ കണ്ടിടുക എന്ന് പറയുമ്പം സഹോദരങ്ങളെ, ആ വെള്ളത്തിൽ ആ കൊട്ട എങ്ങനെ പോകുമോ, ചെരിയോ മറിയോ മുങ്ങോ, അതങ്ങനെ അങ്ങോട്ട് പോകുമോ ഇങ്ങോട്ട് പോകുമോ, അതെവിടെ എത്തും എന്നുള്ളത്, അത് ആരെ കയ്യിലാ കിട്ടുക, ഇതൊന്നുമില്ല. പടച്ചോൻ പറയാണ് ഇട്ടോ, തിരിച്ച് കൊണ്ടുവരുന്നതാണ്, നിന്നിലേക്ക് തിരിച്ച് ഞാൻ കൊണ്ടുവരും, അവനെ പ്രവാചകനാക്കും. അള്ളാഹ് പറയാണ്, ആ ധൈര്യമാണ്. അള്ളാഹ് പറയാണ് ഇത് പ്രവാചകനാക്കും, തിരിച്ചു തരും. അപ്പം അങ്ങോട്ട് എന്തൊക്കെ പേടി കൊണ്ടാണ് അവിടെ അള്ളാഹു പറയുന്നുണ്ട്, അവരുടെ കൽബിനെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ. റബ്ബത്താന്നാണ് ഖുർആൻ പ്രയോഗിച്ച വാക്ക്. നമ്മളിപ്പോൾ സാധാരണ അറബിയാളൊക്കെ ഈ ഞരമ്പിൻ്റെ ലിഗമെൻ്റ് ACL ഉണ്ട്, പന്തളിച്ചുകൊണ്ട് ചെക്കന്മാരൊക്കെ ലിഗമെൻ്റ് ACL പൊട്ടിച്ചിപ്പോൾ. ACL അറബിയിൽ റിബാത്ത് എന്നാണ് പറയുക. റിബാത്ത് പറഞ്ഞാൽ കയറ് എന്നാ, കയറ്. റബ്ബത്താന്നാ ഖുർആൻ പ്രയോഗിച്ച പദം. അതായത് ഹൃദയത്തെ അങ്ങനെ കെട്ടി ഉറപ്പിച്ച്, ആ ഹൃദയത്തിനൊരു ഉറപ്പ് പടച്ചോൻ കൊടുത്തു എന്നാണ്. അപ്പം എന്താ പറയുക, ഈ ഉറപ്പ് തരേണ്ടത് പടച്ചോനാണ്. ആ ഉമ്മാക്ക് ആ കുട്ടിനെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ എറിയാനുള്ളൊരു ഉറപ്പുണ്ട്. അതൊരു ഉമ്മാനെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യമാണ്, കുട്ടീനെ വെള്ളത്തിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ ഇടുക എന്നുള്ളത്. പക്ഷെ അതിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ ഹൃദയത്തെ അള്ളാഹു ഉറപ്പിച്ച് നിർത്തിയത് കൊണ്ടാണ്. ആ ഉറപ്പ് പടച്ചോൻ കൊടുത്തതാണ്. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ, മനസ്സ് തളരാതെ, ബേജാറാകാതെ നിൽക്കണമെങ്കിൽ നമ്മളെ ഹൃദയം പടച്ചോൻ ഉറപ്പിച്ച് നിർത്തണം. ആ തൗഫീക്ക് പടച്ചോൻ്റെ അടുത്ത് നിന്ന് വരണം. അത് കിട്ടണമെങ്കിൽ നമ്മളും പടച്ചോനും അത്ര നല്ലൊരു ബന്ധം വേണം. ആ ബന്ധമാണ് നമ്മൾ ഈ ജീവിതത്തിലൂടെ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഓരോ നിമിഷത്തിലൂടെയും ഓരോ സന്ദർഭത്തിലൂടെയും ഓരോ ഇബാദത്തുകളിലൂടെയും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ച് ഈ ജീവിതമാകുന്ന പ്രതിസന്ധികളെ, പരീക്ഷണങ്ങളെ അതിജീവിക്കുക, താണ്ടുക എന്നതാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് തിരിച്ചറിയാത്ത ആളുകൾ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നോക്കി കുട്ടികളൊക്കെ ആത്മഹത്യക്ക് ശ്രമിക്കുക, കുട്ടികൾ തെറ്റിപ്പോവുക, നിരാശ ബാധിക്കുക. ഏറ്റവും കൂടുതൽ യുവാക്കളായ ആളുകൾ ജീവിത നൈരാശ്യവുമായി കൗൺസിലിംഗ് സെൻ്ററുകളിൽ വരികയാണ്. എന്താ പ്രശ്നം ചോദിച്ചാൽ ഒന്നുമില്ല. കിട്ടാതെ പോയത് ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാനിട്ട്, അല്ലെങ്കിൽ വണ്ടിക്ക് പ്രശ്നം, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എല്ലാം നമുക്കില്ലാത്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ എന്താ നോക്കണറിയോ, നമുക്ക് എന്താ ഇല്ലാത്തതെന്നാ നോക്കണേ. ചിപ്പോൾ നല്ലൊരു ഐഫോൺ ഇല്ലല്ലോ, ചിപ്പോൾ നല്ലൊരു കാറില്ലല്ലോ. ഇവിടെ ഉള്ളതിനെ പറ്റി ചർച്ചയല്ല. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മളെ കയ്യിലുണ്ട്, അതിനെപ്പറ്റി അസംതൃപ്തിയാണ്. മറ്റുള്ളവരുടെ കയ്യിൽ നമുക്കില്ലാതെ പോയത്, നമുക്ക് നഷ്ടപ്പെട്ടതും നമുക്കില്ലാതെ പോയതിനെ പറ്റിയുമുള്ള വേവലാതിയാണ് ജീവിതത്തെ ഇങ്ങനെ നിരാശയിലേക്ക് എത്തിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ എത്രയാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ നോക്കി പടച്ചവനുമായുള്ളൊരു ബന്ധം, ആ ബന്ധത്തിലൂടെ നമ്മൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരൂല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ റബ്ബ് കാണുന്നുണ്ട്, എൻ്റെ റബ്ബ് അറിയുന്നുണ്ട്. എത്ര കടുത്ത പരീക്ഷണമാണെങ്കിലും ഇതൊക്കെ പ്രവാചകന്മാർ കടന്നുപോയ മാർഗ്ഗമാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടവർ പ്രവാചകന്മാരാണ്. ഈമാനുള്ളവരെയാണ് പടച്ചോൻ പരീക്ഷിക്കുക. അതുകൊണ്ട് പടച്ചോൻ എന്നോട് ഇഷ്ടമാണ് എന്നാണ് ഓരോ പരീക്ഷണത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരീക്ഷണത്തിൽ നമ്മൾ ജയിച്ചു എന്നെങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ, ഒരു പരീക്ഷണം കൊണ്ട് നമ്മൾ പടച്ചോനോട് അടുത്തുകണോ, നമ്മൾ നിസ്കാരമൊക്കെ ഒന്നുകൂടി നന്നായിക്കണോ, നമ്മൾ സുന്നത്ത് വർദ്ധിപ്പിച്ചിക്കണോ, നമ്മൾ ദാനധർമ്മങ്ങൾ കൂട്ടിക്കണോ, നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകണോ, ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിച്ചു. അതല്ല നമ്മൾ നിരാശപ്പെട്ട് അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി, ഉള്ള നിസ്കാരം സുന്നത്തൊക്കെ പോയി ഖുർആനോദലൊക്കെ നിർത്തി, ഇപ്പോൾ പറലന്നെ നിസ്കരിച്ചാതെ. കാരണം എന്താ, എത്തപ്പോൾ കുറേ നിസ്കരിച്ചിട്ട് എത്തപ്പോൾ ഒന്നും തന്നെ പരീക്ഷണം, ഞാൻ ചെയ്യണമൊന്നും പടച്ചോൻ കാണില്ല, എനിക്കെതിരാണ് തിരിഞ്ഞേക്കപ്പോൾ. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയാം, എനിക്കെതിരാണ് പടച്ചോൻ തിരിഞ്ഞേക്കുക. അപ്പോൾ ഞാൻ അവിടുന്ന് നിത്താക്കാത്ത എന്തായിട്ട് ഇങ്ങോട്ട് വന്നു, ഇവിടെയുള്ള ഓതൊക്കെ കൂടി പണയം വെച്ചുകൊണ്ട് ഞാൻ ഏർപ്പാട് തുടങ്ങി, അതും പൊളിഞ്ഞ് അവിടെ അങ്ങനെ ക്ലിക്കായി വരുന്നത്. അപ്പോൾ അതേമാതിരി 3 അപ്പുറത്തും വന്നു, ഒരു ടർഫും 2 ചപ്പാത്തി കടയും, 2 അപ്പുറം 4 അത് പൂട്ടി. എത്തപ്പോൾ എൻ്റെ നേരക്ക് തിരിഞ്ഞേക്കുക പടച്ചോ, ജീവിക്കാൻ സമ്മതിക്കൂല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ല ഇത് പരീക്ഷണമാണ്. നമ്മൾ ഓരോ പരീക്ഷണം വരുമ്പോഴും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് എന്താണ് തെറ്റിയെന്നാണ്.
അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ മനുഷ്യന്മാർ 3 തരത്തിലുണ്ട്. ഒരു പരാജയം പ്രതിസന്ധിയൊക്കെ വരുമ്പം ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. എന്താ കച്ചവടം, ഓനെ കൂട്ടി ഞാനും കൂടി കച്ചവടം നടത്തി, ഓൻ്റെ സ്വഭാവം പിന്നല്ലേ മനസ്സിലായത്, ഞാനത് ഓനെ ഏൽപ്പിച്ച് പോയി, ഓനതാണ് കൊളാക്കി, ഇല്ല കുറ്റം മുയ്യുമ്പോന്. ചില ആൾക്കാരങ്ങനെ എന്തിനും വേറുള്ളവരങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ ആൾക്കാരെന്ത് ചോദിച്ചാൽ എന്താണ്, കുറ്റമൊക്കെ എന്ത് ചെയ്യും, കുറ്റമൊക്കെ അവിടെ ഒതുക്കി വെക്കും. പക്ഷേ ഓൽക്കും എന്ത് ചെയ്യും, പടച്ചോനോട് എന്തിനു പറയും. ആൾക്കാരോടൊന്നും മൂപ്പര് മുണ്ടൂല, ആൾക്കാരോട് പൂട്ടിപ്പോയി പ്രശ്നമില്ലാതെ. പക്ഷെ പടച്ചോനോട് പറയും, പടച്ചോനെ എന്താ ഇപ്പോൾ അങ്ങനെ ഓൻ പ്രശ്നമാക്കി, ഇവൻ പ്രശ്നമാക്കി, ഓനെ നന്നാക്കിക്കൊണ്ടാണ്. മറ്റേ ആൾ, മൂന്നാമത്തെ ആളെ ഏറ്റവും ഉത്തമൻ, അയാളെന്താ ചെയ്യാറോ, അയാൾ എൻ്റെ ഒരു പോരായ്മയാണ്, ഇതൊക്കെ എൻ്റെ ഒരു പോരായ്മ. അതുകൊണ്ട് മൂപ്പര് കൂടുതൽ പാപമോചനം നടത്തിയിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ച് മടങ്ങി. എല്ലാം എൻ്റെ ഒരു പോരായ്മയായിട്ട് കണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുന്ന ആളുകളെ ഏറ്റവും ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം എന്താ വെച്ചാൽ അള്ളാഹു ഇറക്കിയ വഹിയാണ്. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഭൂമിയിൽ ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹിയായ ഈ ഖുർആൻ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 23 വർഷത്തെ സംഭവ ബഹുലമായ ആ ജീവിതം, അതാണ് ഹദീസ്. ഈ 2 കാര്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രതിസന്ധിയാകുന്ന ഈ നല്ല എന്താ പറയുക ഓളം വെട്ടുന്ന ഈ ഈ സമുദ്രത്തിലൂടെയുള്ള ഈ യാത്ര, ഈ ഖുർആനും ഹദീസുമാകുന്ന ഈ ഗൈഡൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിലേക്ക് എത്തും. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നെ അതാണ്, റബ്ബിനെ കാണുക. കാരണം ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഒരു ദിവസം നമ്മൾ 17 പ്രാവശ്യം നിരന്തരമായി സംസാരിക്കുന്ന എൻ്റെ ആ റബ്ബിനെ എനിക്കൊന്ന് കാണണം എന്ന ഏറ്റവും വലിയൊരാഗ്രഹം, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അത് കാണുക എന്നുള്ളത്, അത് മരിച്ചാണ് ചെന്നാലേ കാണുള്ളൂ. അതിനു വേണ്ടിയുള്ള ഒരു അവസരമാണ് മരണം. ഫർള് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളും സ്വർഗം തമ്മിലുള്ള തടസ്സം തന്നെ മരണം മാത്രമാണ്. അപ്പം മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാകണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഫാത്തിമ ബീവിനോട് പറയുന്നുണ്ട്, ഫാത്തിമ ബീവിൻ്റെ ചെവിയിലൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നതാണ്. പിന്നെന്തോന്ന് പറയും, അപ്പോൾ മരിക്കുന്നു. അപ്പോൾ ഫാത്തിമ ബീവിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷം വരുന്നതാണ്. അങ്ങനെ ആ മരണമൊക്കെ കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആ സന്ദർഭത്തിൽ ആദ്യം നിങ്ങൾ നൊളോളിച്ചത് എന്തിനാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ചിരിച്ചതെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ എൻ്റെ വാപ്പ എൻ്റെ ചെവിയിൽ പറഞ്ഞത്, മകളെ ഞാൻ മരിക്കാൻ സമയമായി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, ഞാൻ നൊളോളിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണിയുള്ള സങ്കടം കൊണ്ട് കരഞ്ഞാണ്. എന്തിനാ പിന്നെ ചിരിച്ചത് കുറച്ച് കഴിഞ്ഞപ്പം ചോദിച്ചു. രണ്ടാമത് നബി എന്തോ ചെവിയിൽ പറഞ്ഞപ്പോൾ ചിരിച്ചു എന്നാണ്. അപ്പോൾ എന്തിനാ ചിരിച്ചു ചോദിച്ചപ്പം, ഞാൻ മരിച്ചിട്ട് പിന്നെ ഈ നബി കുടുംബത്തിൽ ആദ്യമായി മരിക്കുക നീയായിരിക്കും എന്ന് പറഞ്ഞു. നബി മരിച്ച് പിന്നെ അടുത്ത ആൾ ഫാത്തിമയാണ്. അപ്പോഴാണ് ഞാൻ ചിരിച്ചത്. നിങ്ങൾ ആരെങ്കിലും ചെവിയിൽ വന്നിട്ട് നിങ്ങളാണ് അടുത്ത് മരിച്ചാളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ച സഹോദരങ്ങളെ? നമുക്കാർക്കെങ്കിലും ചിരി വരുമോ? നിങ്ങൾ മരിച്ചു പോകും, നിങ്ങളാണ് ഇനി അടുത്ത ഈ നാട്ടിൽ വെട്ടത്തൂർ അങ്ങാടി ഇനി മരിച്ചാൾ നിങ്ങളാണ് പറഞ്ഞാൽ എന്താ പിന്നെ അവസ്ഥ? പള്ളിക്ക് അങ്ങനെ സുജൂദ് കുത്തിറക്കേണ്ടി വരും. പക്ഷെ ചിരിച്ചൊക്കെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടാണ്? അതാണ് നമുക്കൊരു വിശ്വാസിക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് പോകാൻ നേരായി. ഇവിടെ ഇങ്ങനെ യാത്രക്കാരന്മാർ ഇങ്ങനെ നിൽക്കണേ. നമ്മൾ സ്റ്റോപ്പിൽ വണ്ടി കേടന്ന് അങ്ങനെ പുറത്തിറങ്ങിക്കൂലേ, ചൂടെടുത്തിട്ട് ആ നിർത്താണ് ഈ ദുനിയാവിൽ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു, അപ്പോൾ ചിരിച്ചിട്ടാണ് പോകാൻ പറ്റണം. അങ്ങനെ പോകാൻ ആർക്കേ പറ്റുള്ളവരോ? ഈ ജീവിതത്തിനപ്പുറത്ത് വലിയൊരു ജീവിതത്തെ സ്വപ്നം കണ്ട് ജീവിക്കണോൽക്ക്, അതിനു വേണ്ടി പണിയെടുക്കുന്നവർക്ക് ആ തൃപ്തി, ആ സംതൃപ്തിയും ആ സന്തോഷമൊക്കെ മുഖത്ത് വരുള്ളൂ. ആ ഒരു ജീവിതത്തിനാണ് ഒരു വിശ്വാസി. ഇതാണ് ഒരു വാപ്പിയും മകളും തമ്മിലുള്ള സംഭാഷണം. അതിന് നമുക്ക് കിട്ടേണ്ട മെസ്സേജ് അതാണ്. ആ ഒരു ജീവിതത്തിൻ്റെ പാഠമാണ് ആ വാപ്പ ആ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഫാത്തിമ നബി കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യമായി വന്നു ചേരുക നീ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പം ഫാത്തിമ ബീവി ചിരിച്ചത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആയിഷ ബീവി കരയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത് ഭർത്താവ് മരിച്ചോണ്ടല്ല, മാപ്പിള മരിച്ചോണ്ടല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പം എന്തിനാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്ന് പിന്നീട് അവർ പറയുന്നത്. എന്തിനാണ്?
ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയിരുന്ന ആ വഹ്യ് നിലച്ചു പോയല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കാരണം ഒട്ടേറെ വഹ്യുകൾക്ക് ആയിഷ റളിയല്ലാഹു സാക്ഷിയാണ്. ഒട്ടനവധി ജിബ്രീൽ വന്ന് ഒട്ടനവധി ആയത്തുകൾ ഇറങ്ങിയിന്. ആയിഷ ബീവി സാക്ഷിയാണ്. ഇനി ജിബ്രീൽ വഹ്യുമായിട്ട് ഭൂമിയിലേക്ക് വരൂലല്ലോ, ഈ വഹ്യ് നിലച്ചല്ലോ എന്ന സങ്കടം കൊണ്ടാണ് ആയിഷ ബീവി കരഞ്ഞത്. സഹോദരങ്ങളെ, ആ വഹ്യ് ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനായി, ഹദീസായി, വള്ളിപുള്ളി മാറ്റമില്ലാതെ 1400 വർഷത്തെ ഇസ്ലാമിക പൈതൃകം കൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന മാതൃകകളായി ഈ ഖുർആനും ഹദീസും നിലകൊള്ളുകയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കത് സ്വീകരിക്കാം, അത് പഠിക്കാം, അതനുസരിച്ച് ജീവിക്കാം. അതനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടായ്മയുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അതിലാരൊക്കെ എന്തൊക്കെ പ്രതിസന്ധികൾ തീർത്താലും നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇതൊരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീന് അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ഖുർആനായി, ഹദീസായി, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തത്, എങ്ങനെയാണ് ആ ആയത്തുകൾ അവർ പഠിച്ചത്, എങ്ങനെയാണ് അത് ജീവിതത്തിൽ പകർത്തിയത്, എങ്ങനെയാണ് അവർ താബീങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തത്, ഓരോ ആയത്തിനെയും ഹദീസിനെയും എങ്ങനെയാണ് ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ സഹാബത്തും താബീകളുമായ നമ്മുടെ ഇമാമിങ്ങൾ എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കിയത്. അത് വള്ളി പുള്ളി മാറ്റമില്ലാതെ 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും അത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ഈ ദീനിൻ്റെ ആളുകളായി നമുക്ക് നിലകൊള്ളാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.